بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ആദരണീയരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ത്യൻ ഇസ്ലാഹി കൾച്ചറൽ സെൻറ്റർ, അതുപോലെ ഇസ്ലാഹി സെൻറ്റർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ സംസാരിക്കാൻ അവസരം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യമായി ഹംദ് പറയുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അങ്ങേയറ്റം തൽപരരും ആശങ്കയുള്ളവരുമാണ് നമ്മൾ. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവർക്കുണ്ടാകുന്ന ഏതൊരു പ്രയാസത്തെയും ആദിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുകയും കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസം രക്ഷിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതാണ് എൻ്റെ വിഷയം. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തിനാണ് വിദ്യാഭ്യാസം? നാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. ആ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നു, ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു സൂക്തം, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? യഥാർത്ഥത്തിലുള്ള അറിവ് തിരിച്ചറിവാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവെ സംബന്ധിച്ചുള്ള അറിവ്, ആ ഒരു അറിവ് സ്വായത്തമാക്കുന്നതോടുകൂടി മാത്രമേ ഒരാൾക്ക് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. എന്നാൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ നല്ല സമയം നീക്കിവെക്കുന്ന പലർക്കും കിട്ടാതെ പോകുന്നത് ഈ തിരിച്ചറിവാണ്.
സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത് എന്തിനാണ് വിദ്യാഭ്യാസം? ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ ഉടമയാക്കുക, ഒരു നല്ല വ്യക്തിയാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. പ്രസംഗിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന മനുഷ്യൻ, നമുക്ക് പറയാൻ സാധിക്കും, ഏകജീവി മനുഷ്യൻ തന്നെയാണ്. ഭാവനകൾ കാണാനും വികാരവിചാരങ്ങൾ പ്രകടിപ്പിക്കാനും സ്വന്തം ഭാഷയിൽ കൂടി സംവദിക്കാനും സാധിക്കുന്ന മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാണ്. എന്നാൽ മനുഷ്യരുടെ മനസ്സ് അസ്വസ്ഥമാണ്, സ്വസ്ഥതയില്ല. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ഇന്ന് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു രക്ഷിതാവ് ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് രാവിലെ എന്നെ സമീപിക്കുകയും സ്വന്തം മകനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. 24 വയസ്സുള്ള തൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരു ബിസിനസ്സിലാണ് ഇന്നുള്ളത്. അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസമൊക്കെ ഈ രക്ഷിതാവ് ഈ കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ രക്ഷിതാവിൻ്റെ ഇപ്പോഴുള്ള വേവലാതി എന്താണ്? എന്നെ എൻ്റെ മകൻ വേണ്ടത്ര പരിഗണിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ അവന് സാധിക്കുന്നില്ല, ഹലാലും ഹറാമും കൃത്യമായി വേർതിരിച്ച് ഒരു ബിസിനസ്സിൽ കൂടി നീങ്ങാൻ അവന് സാധ്യമല്ല. രക്ഷിതാവിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ വിഷയം, നിങ്ങളുടെ വികാരം നിങ്ങളുടെ പ്രിയപ്പെട്ട മകനുമായി സംവദിച്ചിട്ടുണ്ടോ? കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ദർ ഇസ് എ ഗ്യാപ്പ്. ഈ രക്ഷിതാവും ഈ കുട്ടിയും തമ്മിൽ ആ വികാരം പങ്കുവെക്കുന്നതിൽ ഒരു ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. മനസ്സിലുള്ള നൊമ്പരങ്ങളെ, വേദനകളെ സ്വന്തം കുട്ടിയോട് സംസാരിക്കാൻ രക്ഷിതാവിന് സാധിക്കാതെ പോകുന്നു. രക്ഷിതാവ് ഡിസാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ കുട്ടിയും അസംതൃപ്തനാണ്. രണ്ടുപേരും അസംതൃപ്തരാണ്, അസ്വസ്ഥരാണ്. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം. മറുഭാഗത്ത് കുട്ടികൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ MSM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്ര മോറിസ് സ്കൂളിൽ കരിയറും പഠനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയുമായി, പെൺകുട്ടിയുമായി വന്നു. എന്താണ് അവളുടെ പ്രശ്നം? കുട്ടി സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലാണ്, മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ട്. 17 വയസ്സുള്ള ആ കുട്ടിക്ക് ഇടക്ക് ഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, അതായത് അപസ്മാരം. കാര്യങ്ങൾ വിശദമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി കുട്ടിയുടെ ബാപ്പ ഒരു പ്രശ്നക്കാരനാണ്, മദ്യപാനിയാണ്. 3 കുട്ടികളുണ്ട്. വാപ്പ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. ആ ചികിത്സയിലേക്ക് എത്തിച്ച ഘടകം ആ രക്ഷിതാവ് തന്നെയാണ്. കാരണം വീട്ടിൽ വന്നുകൊണ്ട് രക്ഷിതാവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, മക്കളെ ഉപദ്രവിക്കുന്നു. സഹി കെട്ടുകൊണ്ട് രക്ഷയില്ലാതെ പോലീസിനെ ഏൽപ്പിക്കുകയും തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നീക്കുകയും ചെയ്തു. അവസാനം ഈ കുട്ടി എന്നോട് ചോദിച്ചു, ഷാൾ ഐ ഗെറ്റ് മൈ ഫാദർ ബാക്ക്? എനിക്ക് എൻ്റെ വാപ്പയെ തിരിച്ചു കിട്ടുമോ? ഞാൻ മനസ്സിലാക്കി കുട്ടിയുടെ മനസ്സ് അങ്ങേയറ്റം സംഘർഷഭരിതമാണ്. കുട്ടിയുടെ പ്രശ്നം, 17 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പ്രശ്നം, തൻ്റെ ബാപ്പ അവൾക്ക് മിസ്സായിട്ടുണ്ട്. ആ ബാപ്പയെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ഈ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയുടെ ആവലാതി. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക. ഒരു ഭാഗത്ത് രക്ഷിതാക്കൾ പ്രശ്നക്കാരാകുന്നു, മറുഭാഗത്ത് കുട്ടികൾ പ്രശ്നക്കാരാകുന്നു. ഇവിടെ ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് നാം ഉള്ളത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുമ്പോൾ
എന്താണ് വിദ്യാഭ്യാസം എന്ന് നാം ചിന്തിക്കുക സഹോദരങ്ങളെ. +2 തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ തലവേദന സൃഷ്ടിക്കുന്നു. PG തലത്തിൽ പഠിക്കുന്ന കുട്ടികളും തലവേദന സൃഷ്ടിക്കുന്നു. ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന മക്കൾ സമാധാനം നൽകുന്നില്ല. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്? ആ തെറ്റ് തിരുത്താനുള്ള ആർജവം തൻ്റെ ഇടം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാവണം. സാധാരണ പറയാറുണ്ട്, വാട്ടർ ടാങ്ക്, ആ ടാങ്കിൽ നിക്ഷേപിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ടാപ്പിൽ കൂടി ഒഴുകുന്നത് പുറത്തേക്ക് വരുന്നത് നന്നായിരിക്കും. ആ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നത് കലങ്ങിയ വെള്ളമാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് കലങ്ങിയ വെള്ളമായിരിക്കും. കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ബോധ്യമാവുന്ന ഒരു കാര്യം, പ്രശ്നം യഥാർത്ഥത്തിൽ മക്കൾക്കല്ല, പാരൻസിനാണ്. പക്ഷേ പാരൻസ് അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സ്നേഹമുണ്ട്, പക്ഷേ അത് തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ അഭാവം മക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കടുത്ത മാനസിക സംഘർഷത്തിൽ കൂടിയാണ് പല കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, ഒരു പുതിയ ടെക്നോളജി, ആ ടെക്നോളജിയുടെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുകയാണ്. നമ്മുടെ മക്കൾ സ്വാംശീകരിക്കുന്നത് പുതിയ ടെക്നോളജിയുടെ നല്ല വശങ്ങളല്ല, ചീത്ത വശങ്ങളാണ് അവരെ മനസ്സ് ആകർഷിക്കുന്നത്. ഒരു സഹോദരി എന്നോട് ചോദിച്ചു, എന്താണ്, എല്ലാവർക്കും തെറ്റ് ചെയ്യാനാണല്ലോ താല്പര്യം, എത്ര ഉപദേശങ്ങൾ കേട്ടാലും ശരി തെറ്റിനോടാണല്ലോ മനുഷ്യന് പ്രിയം. ഞാൻ പറഞ്ഞു, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു ഇല്ലാ മാ റഹിമ റബ്ബി. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ്. എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് ഡിസയേഴ്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സറണ്ടർ ചെയ്യാൻ, സമർപ്പിക്കാൻ, ത്യജിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, സ്വന്തം ഇച്ഛകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് സ്വർഗം. ഇതെപ്പോഴാണ് ഉണ്ടാവണ്ടേ? നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ നേരത്തെ തന്നെ ഈ ഒരു ചിന്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. ആ ഒരു വിഷനോടുകൂടി, ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി മക്കളെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ മക്കൾ നമുക്ക് സമാധാനം നൽകും. ഇന്ന് റോൾ മോഡലാകാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. കുട്ടികൾ ഒറ്റപ്പെടുന്നു. പല കുട്ടികൾക്കും പ്രശ്നം എന്താണ്? ലോൺലിനെസ്. എനിക്കാരുമില്ല, എൻ്റെ ഫീലിങ്സ് എൻ്റെ ഉപ്പക്കും എൻ്റെ ഉമ്മക്കും മനസ്സിലാവില്ല. ഇതാ പ്രശ്നം. കാരണം ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. വാപ്പയ്ക്ക് ചിലപ്പോൾ 45 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 50 ആയിട്ടുണ്ട്, ഈ കുട്ടിക്ക് 16 16 വയസ്സുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കൗമാരക്കാരിയുടെയും കൗമാരക്കാരൻ്റെയും മനസ്സ് വായിക്കാൻ രക്ഷിതാവിന് സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്? കോറലിംഗ്, പരസ്പരം ഷണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതിൻ്റെ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ബൈ റിസൾട്ടാണ് കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഒന്ന് ആത്മവിശ്വാസമല്ല. ഇപ്പോൾ സാധാരണ ഗൾഫിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട്. ഇൻ്റർവ്യൂവിൽ ആത്മവിശ്വാസമുള്ളവന് മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ? ആത്മവിശ്വാസക്കുറവ്. അതുപോലെ തന്നെ വീട്ടിലെ തകർന്ന കുടുംബാന്തരീക്ഷം. ഒരുപാട് കേസുകൾ. പ്രേമത്തിലേക്ക് കുട്ടികൾ എങ്ങനെ എത്തുന്നു? പ്രേമത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾ തമ്മിലുള്ള ആ ഒരു ഐക്യമില്ലായ്മയാണ്. വാപ്പയും ഉമ്മയും തമ്മിൽ സദാസന്ദർഭത്തിലും ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് ചെയ്യാനാണ് ഈ കുട്ടികൾ ശ്രമിക്കുക. കാരണം കുട്ടിക്ക് സഹിക്കില്ല. സ്വാഭാവികമായി അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന, സെക്യൂരിറ്റി മിസ് ചെയ്യുന്ന കുട്ടി ആലോചിക്കുന്നത് എൻ്റെ വികാരങ്ങളും
എൻ്റെ വേദനകളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ എനിക്കൊരു കൂട്ടുകാരൻ വേണം. ആ കൂട്ടുകാരനാണ് യഥാർത്ഥത്തിൽ കാമുകനായി വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ചില വീട്ടുകാരെന്ത് ചെയ്യുന്നു? മക്കൾക്ക് അമിതമായ സംരക്ഷണം കൊടുക്കുന്നു, അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഇത് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ കൈയാളാൻ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഈ രക്ഷിതാവ് ആ കുട്ടിയുടെ പിന്നാലെയില്ല. കുട്ടി ശരിയും തെറ്റും മനസ്സിലാക്കാതെ ഓടുകയാണ്. കാരണം എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. മതപരമായിട്ടുള്ള ഒരു അടിത്തറ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. തെറ്റെന്ത് ശരിയെന്ത് എന്ന് ബൈഫർക്കേറ്റ് ചെയ്യാൻ തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അത് ഉമ്മയും ഉപ്പയും കൊടുത്തിട്ടില്ല. അപ്പോൾ കുട്ടീനെ എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? കാരണം ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിനാണ് നാം മുഖ്യ അജണ്ട അല്ലെങ്കിൽ മുഖ്യ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ കുട്ടി തെറ്റിലേക്ക് ആപതിക്കുന്നു, തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റില്ല. കാരണം ഉത്തരവാദിത്തം കൊടുക്കണ്ടേ? ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഗൾഫിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന ബാപ്പയാണ് വേസ്റ്റിൻ്റെ കവർ എടുത്തിട്ട് കൊണ്ടുവന്നത്. കുട്ടിയെ കൊണ്ടത് തൊടുപ്പിക്കില്ല. കാരണം എന്താണ്? അത്രയധികം സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ ആ ഒരു നിർഗളിക്കലുണ്ടല്ലോ, ഒരു പ്രയാസവും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നില്ല. നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മളെ കുട്ടികൾക്ക് വല്ല പ്രയാസം അനുഭവം ഉണ്ടോ? കാരണം എന്താ? എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഷൂസ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, സോക്സ് ഇട്ട് കൊടുക്കുന്നു, ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു. സാമ്പത്തികമായിട്ടൊരു പ്രയാസവും മക്കൾക്കില്ല. എവിടെയാണ് ഒരു ക്രൈസിസ് വരുന്നത്? പ്രത്യേകിച്ച് ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണമെങ്കിൽ ക്രൈസിസ് വേണ്ടേ? ക്രൈസിസ് ഇല്ല. കാരണം ഓൾ ക്രൈസിസ് ആർ മാനേജ്ഡ് ബൈ പാരൻസ്. കുട്ടിക്കുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളും മാനേജ് ചെയ്യുന്ന പാരൻസ് ആണ്. അപ്പം കുട്ടി ഈ ക്രൈസിസ് ഇല്ലാതെ വളരുന്നു. സ്വാഭാവികമായിട്ട് നാട്ടിലൊക്കെ എത്തുമ്പോൾ, സ്വന്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രതിസന്ധി രൂപം കൊള്ളുന്നു. പിന്നീടുള്ള ഓപ്ഷൻ എന്താ? സൂയിസൈഡ്, അതായത് ആത്മഹത്യ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കണം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അതല്ലേ? ഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അതിന് പ്രയാസം വേണ്ടേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇഷ്ടംപോലെ ക്യാഷാണ്, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തെറ്റായ കൂട്ടുകെട്ട്. ചെറുകര പെരിന്തൽമണ്ണയുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആരംഭിച്ചു. നമ്മുടെ പ്രവർത്തകരാണ് ആരംഭിച്ചത്. അവിടെ ഒരുപാട് അന്തേവാസികളുണ്ട്. 10 വർഷവും 15 വർഷമൊക്കെ ലഹരിക്കടിമപ്പെട്ട് ചികിത്സ തേടിയെത്തുന്ന ആളുകളുമായിട്ട് സംവദിക്കാൻ, കൗൺസിൽ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അവർ പങ്കുവെച്ച കാര്യങ്ങളുണ്ട്. പ്രധാനമായും മദ്യപാനത്തിലേക്കും കഞ്ചാവ് ഉപയോഗിക്കുന്നതിലേക്കും അവർ പോകാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെന്താ? കുട്ടിയുടെ ഫ്രണ്ട് ആരാണ്? സംസ്കാരമാണോ അധാർമികതയാണോ? എന്താണ് കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല തഖ്വയുള്ള സൂക്ഷ്മതാബോധമുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കാൻ, ഒരു ഫ്രണ്ടായി സെലക്ട് ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായും നല്ല കാര്യങ്ങൾ പ്രചോദിപ്പിക്കും. എന്നാൽ അങ്ങനെയാണോ ഒന്ന് നടക്കുന്നത്? തെറ്റായ എല്ലാറ്റിലും മാതൃക കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഗുണകാംക്ഷ നഷ്ടപ്പെടുന്ന ഉപദേശങ്ങൾ. എന്തിനാ നസീഹത്ത് എന്ന് പറയുന്നത്? അദ്ദീനു അൻ നസീഹ. ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്താണല്ലോ. ആ നസീഹത്ത് കിട്ടേണ്ട കുട്ടികൾക്ക്. ദേഷ്യം പിടിച്ച് കുട്ടികളോട് സംസാരിച്ചാൽ കുട്ടികൾ കേൾക്കില്ല. എന്നാൽ അപ്രിയകരമായ സത്യം പ്രിയകരമായി പറയാന്നുള്ള മനഃശാസ്ത്രത്തിൽ ഒരു സമീപനമുണ്ട്. പറയുമ്പോൾ തേമ്പൊരട്ടി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി എൻ്റെ ഉപ്പ എന്നോട് സംസാരിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റണം. പക്ഷേ പലപ്പോഴും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മക്കളോട് എങ്ങനെയാണ് സംസാരിക്കുക? ദേഷ്യം പിടിച്ചിട്ട്. ആ ദേഷ്യമെല്ലാം കൂടി അങ്ങോട്ട് പോർ ചെയ്യും, അങ്ങോട്ട്
ചൊരിയും, സ്വാഭാവികമായി റിസപ്റ്റീവ് ആവില്ല, സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ മക്കൾക്ക് കിട്ടുന്നത് എന്താ? നെഗറ്റീവ് സ്ട്രോക്സ് ആണ് കൂടുതൽ കിട്ടുന്നത്. നിഷേധാത്മകമായിട്ടുള്ള മെസ്സേജുകളാണ് എല്ലായിടത്തും. നല്ലത് എവിടെങ്കിലും ചെയ്ത ആരെങ്കിലും പറയാറുണ്ടോ? മലയാളിക്ക് പ്രത്യേകിച്ച് ആ ഒരു കൾച്ചർ കൂടുതലുമാണ്. ഇപ്പം ഞാൻ അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ന്യൂനതകൾ എണ്ണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അത് നിങ്ങൾ പറയും, അത് കണ്ടെത്തിയിട്ടുണ്ടാവും ഇപ്പം തന്നെ. നേരെ മറിച്ച് ഇതിലെ നന്മ നമ്മൾ പറയോ? ഗുണദോഷിക്കുക എന്നാണല്ലോ പറയുന്നത്. ഗുണമാണല്ലോ ആദ്യം പറയേണ്ടത്, ദോഷം പിന്നീടല്ലേ പറയേണ്ടത്. എന്നാലോ നമ്മൾ ആദ്യം ദോഷമാണ് പറയുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മോട് വെറുപ്പാണ്. എന്തുകൊണ്ടാണ്? കുട്ടികൾ പാരൻസിനെ വിട്ടുകൊണ്ട് പിയേഴ്സിൻ്റെ അടുത്തേക്ക്, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു നല്ല ഫ്രണ്ടായിട്ട്, ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡോടു കൂടി, ഒരു സുഹൃത്തിൻ്റെ മനോഭാവത്തോടു കൂടി മക്കളെ പരിചരിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ വാപ്പ ഭയങ്കര ബിസിനസ്സുകാരനാണ്, നല്ല പ്രൊഫഷണലാണ്, പെരും തിരക്കിലാണ്. ഈ കുട്ടിക്ക് വാപ്പയെ കിട്ടുന്നില്ല, ഉമ്മയെ കിട്ടുന്നില്ല. രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ പറയും വേണ്ട. സ്വാഭാവികമായി കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ഇവൻ്റെ സന്ദേഹങ്ങൾ ആരോടാണ് ഇവൻ പങ്കുവെക്കുക? കുട്ടിയുടെ കൂടെ സമയം ചിലവഴിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ വരുമ്പോൾ വീണ്ടും കുട്ടിയുടെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നു. അതുപോലെ ഓഫേഴ്സ് കൊടുക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്, വാക്തത്വ ലംഘനം നടത്താനും ഫസ്റ്റാണ്. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും നമ്മളെന്താ പറഞ്ഞത് അല്ലേ? കാപട്യമുള്ളവൻ്റെ ലക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ വാഗ്ദാനം ചെയ്താൽ അവൻ ലംഘിക്കുമെന്നാണ് പറഞ്ഞത്. അത് മക്കളോട് നമ്മൾ നിർവഹിക്കുന്നു. സ്വാഭാവികമായി മക്കൾക്ക് കിട്ടുന്ന പാടെന്താണ്? അത് ലംഘിക്കാം, കളവ് പറയാം, തെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മതപരമായി രക്ഷിതാവിൽ നിന്ന് ഒരു നല്ല മാതൃക കിട്ടാതെ പോകുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? എനിക്ക് പറയാൻ പറ്റും, പത്രങ്ങളിൽ കൂടി മാധ്യമങ്ങളിൽ കൂടി കണ്ണോടിക്കുമ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കേ, ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ല, കേരളത്തിലുള്ള മലപ്പുറം ജില്ല ഒരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസോഴ്സ് അധ്യാപകനായി പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ലീൻ ക്യാമ്പസ് എന്നുള്ള, സേഫ് ക്യാമ്പസ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജില്ലയെ, മലപ്പുറം ജില്ലയെ ലഹരി മുക്തമാക്കുക എന്നുള്ളതാണ് അജണ്ട. നിങ്ങൾക്കറിയോ, ഇന്നലെ മെനിയാന്ന് കോഴിക്കോട് നഗരത്തിൽ കൂടി പോകാൻ എനിക്ക് അവസരം കിട്ടി. ഓരോ ബിവറേജ് ഷോപ്പുകളും ക്യൂ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എത്ര അച്ചടക്കത്തോടു കൂടിയിട്ടാണ് നമ്മുടെ യുവാക്കൾ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത്. എന്ത് പറ്റി നമ്മുടെ യുവാക്കൾക്ക്? എവിടെയാണ് ഫാൾട്ട്? നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ലഹരി നുണയാൻ കൗമാരക്കാർ പോകുന്നത്? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചില കാരണങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്, അത് വിശദീകരിക്കാൻ നേരമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, 1 സ്നേഹത്തിൻ്റെ അഭാവമാണ് കാരണം. 2 കടുത്ത മാനസിക സംഘർഷമാണ് കാരണം. 3 ഒറ്റപ്പെടൽ. ജീവിതത്തിൽ ഞാൻ ഏകനാണ്, എനിക്ക് ആരുമില്ല എന്ന തോന്നൽ കുട്ടിക്കുണ്ടാകുമ്പോൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു. ഏകാന്തതയും നിരാശാബോധവും. എന്തിനാ ജീവിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പയ്യൻ വന്നു, 24 വയസ്സുണ്ട്, മദ്യപാനിയാണ്. അവൻ ചെയ്യാത്ത തോന്നിവാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മാനസികമായൊരു മാറ്റമുണ്ടായി. നന്നാവണം. സാധാരണ വീട്ടിലെത്തുന്ന സമയം 1 മണി 2 മണി. ഉമ്മയോട് തെറ്റാണ്, പെങ്ങന്മാരോട് തെറ്റാണ്, എല്ലാവരോടും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഈ ചെറുപ്പക്കാരനുള്ളത്. പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ കടമാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മോനെ നിങ്ങൾക്ക് കടം വന്നത്? മദ്യപിച്ചുകൊണ്ട്, അവൻ്റെ പ്രായമോ വരുമാനമോ നോക്കാതെ ജീവിച്ചതുകൊണ്ട് അവനങ്ങനെ കടം വാങ്ങിക്കൂട്ടി. ഇപ്പം അവൻ്റെ പ്രശ്നം എന്താണ്? ഈ കടം വീട്ടാൻ സാധിക്കുന്നില്ല.
നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായ ജീവിത ലക്ഷ്യബോധമില്ല. ഇത് ഉണ്ടാക്കേണ്ട ആരാ? പേരൻസാണ്. പേരൻസിനുണ്ടോ? പേരൻസിന് തീരെയല്ല. കുട്ടീനോട് പറയും സ്കൂൾക്ക് പോയിക്കോ. എന്തിനാ സ്കൂൾക്ക് പറഞ്ഞേക്കുന്നത്? വാപ്പക്കന്നെ അറിയില്ല. പറഞ്ഞു കൊടുക്കണ്ടേ? ലക്ഷ്യം നിർവചിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. ക്ലാസ് സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം കൃത്യമായി നമ്മൾ ഡിഫൈൻ ചെയ്യണം. കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇവിടെ വരണം, നിങ്ങളെ കാണണം, നിങ്ങളുടെ മക്കളെ എങ്ങനെ പരിപാലിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് എങ്ങനെ കൊടുക്കണം, നിങ്ങളെ എങ്ങനെ ബോധവൽക്കരിക്കണം, എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടോ? പ്ലാനിംഗ് ഉണ്ടോ? ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കാറുണ്ടോ? അത് നടപ്പിൽ വരുത്താറുണ്ടോ? അതിൻ്റെ ഫാൾട്ടുകൾ എന്ത് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. കല്യാണം കഴിക്കുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, അവരെ പോറ്റുന്നുമുണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു. വല്ല തയ്യാറെടുപ്പുണ്ടോ? ക്രിസ്ത്യൻസൊക്കെ സാധാരണ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നു. നല്ല കോഴ്സാണ്. എന്താണ്? വിവാഹത്തിനൊരുങ്ങുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹ ജീവിതം എന്ത് പഠിക്കേണ്ടതില്ലേ? നമുക്ക് വല്ല ധാരണയുണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനാകുന്ന ഒരാൾക്ക് എന്തെല്ലാം ഉപദേശങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എത്ര പേര് ആ ഉപദേശങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്? എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്റർ ECGC കേരള 3-4 കോഴ്സ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടത്തി. എനിക്കറിയാതെ നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് ബോധ്യമായൊരു സംഗതിയുണ്ട്. അതിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം, വിവാഹ ജീവിതം ഇസ്ലാമികമായ മാനത്തിൽ എങ്ങനെയാവണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായി. ഇതുണ്ടായത് എങ്ങനെയാണ്? കൊടുത്തിട്ടാണ്, ചിന്തിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രശ്നങ്ങളാണിതൊക്കെ. പ്രശ്നത്തിന് പരിഹാരം നാം കണ്ടെത്തണം. ഇപ്പോൾ ലഹരിയിലേക്ക് നയിക്കപ്പെടുന്നത് മാനസികമായ സംഘർഷങ്ങളാണ്, സുഹൃത്തുക്കളുടെ സ്വാധീനമാണ്. ഈ പയ്യൻ എൻ്റെ അടുത്ത് പറയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ പോയി. എല്ലാവരും കുടിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഉൾവിളി ഉണ്ടായി, കുടിക്കരുത്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിർബന്ധിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഉൾവിളി നന്നാവാനുള്ള ഒരു ഉൾവിളിയാണ് എന്ന് എനിക്ക് ബോധ്യമായി. മാറാൻ വേണ്ടി അയാൾ തയ്യാറായി. ഇതെന്താ? സുഹൃത്തുക്കളുടെ സ്വാധീനം. കാരണം കമ്പനി അങ്ങോട്ട് കൂടുമ്പോൾ ഈ കമ്പനി പറയാണ്, എങ്ങോട്ടാ? ഊട്ടിക്ക്, കൊടൈക്കനാലിലേക്ക്, മൂന്നാറിലേക്ക്, എന്നാ പോവുക. പൈസ അല്ലേ? നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, പൈസ ഞാൻ തരാം, ഐ വിൽ ഷെയർ വിത്ത് യു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യുന്നത് പിയേഴ്സാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സാണ്. പാരൻസ് മിക്കവാറും ഈ മക്കളോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നില്ല. അപ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ സമീപിക്കുന്നു. ഫ്രണ്ട്സ് എങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നത്? മദ്യപാനത്തിൽ കൂടി. സ്വാഭാവികമായി മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു രോഗമാണ്. ഇത് ഈ പാവങ്ങൾക്ക് അറിയില്ല. കോഴിക്കോട് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ കുതിരവട്ടം കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഡ്രഗ് എഡിക്ട്സ് ഇന്ന് അവിടെ കഴിയുന്നുണ്ട്. 100-400 ആളുകൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെയും രോഗം മാറിയിട്ടുണ്ട്, അവരെ ആരും തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ലഹരിക്കടിമപ്പെടുന്ന സന്ദർഭത്തിൽ മാറാരോഗികളായിട്ട് അവർ മാറുന്നു. കാരണം ഈ മദ്യപാനത്തിനും കഞ്ചാവിനും ഒക്കെ വ്യത്യസ്തമായ സ്റ്റേജുകളുണ്ട്. 1ഉം 2ഉം സ്റ്റേജുകൾ കഴിഞ്ഞാൽ പിന്നീട് അത് സൈക്കാട്രിക് ഇൽനെസ് ആയിട്ട് മാറാൻ പോവുകയാണ്. ഇത് നമ്മളെ മക്കൾക്കറിയോ? കാരണം എന്താണ്? അവർ എങ്ങനെയാണ് ഈ ഡ്രഗ്സിലേക്ക് പോകുന്നത്? പ്രണയനൈരാശ്യം ഒരു കാരണമാണ് അല്ലേ? എത്ര കുട്ടികളാണ് പ്രണയത്തിൽ പെടുന്നത്? കല്യാണത്തിന് മുമ്പ് സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ കൗമ് തന്നെ കൊടുത്തിട്ടില്ല. ഒരുപാട് കൗൺസിലിങ്ങിന് വരുന്ന കേസിൽ എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ടാവും, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. വാപ്പയും അമ്മയും മുജാഹിദായിട്ട് പോലും എന്ത് ചെയ്യുന്നു? അതിപ്പോൾ എൻഗേജ്മെൻ്റ് ആയിട്ടില്ല, ഇനിയിപ്പോൾ ഒരു ഫോൺ ചെയ്താൽ എന്താ പ്രശ്നം? ഈ അടുത്തൊരു ഡോക്ടറുടെ ഫാമിലിയിൽ കൗൺസിലിങ്ങിന് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്,
കല്യാണത്തിന് മുമ്പ് നിക്കാഹിന് മുമ്പ് ഇവർ തമ്മിൽ മീറ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴാണ് കൗൺസിലറുടെ സർവീസ് അവർക്ക് വേണ്ടി വന്നത്. അപ്പോൾ വിഷയം ഗ്രാസ് റൂട്ട് ലെവല് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു, പ്രസിദ്ധനായൊരു ഡോക്ടറാണ്, സാറോട് ഞാൻ പറഞ്ഞു, രോഗത്തിനുള്ള ചികിത്സ ചെയ്യുന്ന ആളാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ മകൾക്കുള്ള ഈ പ്രശ്നം ഇസ്ലാമികമല്ലാത്ത രീതിയിൽ വിഷയത്തെ സമീപിച്ചു എന്നുള്ളതാണ്. അതാണ് ഗ്രാസ് റൂട്ട് ലെവൽ അതിനുള്ള കാരണം. അത് തിരുത്തിയാൽ മതി. നിക്കാഹ് എന്നുള്ള സംഗതി നടക്കാതെ ഇസ്ലാം ഒരു പെണ്ണും ആണും തമ്മിൽ സംസാരിക്കാനോ മീറ്റ് ചെയ്യാനോ ഗിഫ്റ്റുകൾ ഷെയർ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നില്ല. എന്ത് ന്യായീകരണം നിങ്ങൾ പറഞ്ഞാലും ശരി, പിന്നീട് അള്ളാന്റെ ബർക്കത്ത് അതിലുണ്ടാവില്ല. നമുക്കറിയാം അത്. വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ട് സൂറത്തുർ റൂമിലുള്ള ആയത്തില്ലേ, എന്താ വിവാഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത്? മവദ്ദത്തും റഹ്മത്തും അള്ളാഹു നിക്ഷേപിച്ചത് ഒരു ആയത്തായിക്കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തമായിട്ടാണ്. ആ ദൃഷ്ടാന്തം അള്ളാൻ്റെ ആണല്ലോ. അത് സ്നേഹം എന്ന വികാരം, കാരുണ്യം എന്ന വികാരം കല്യാണത്തിന് മുമ്പ് തന്നെ തുടങ്ങിയാലോ അവിടെ ബർക്കത്ത് ആരുടേതാ കിട്ടുക? ശൈത്താൻ്റേത്. ഇബ്ലീസാണ് അവിടെ ബ്ലസ് ചെയ്യുന്നത്. കാരണം ഇബ്ലീസിനൊരു അജണ്ട ഉണ്ട്. എന്താ അജണ്ട? ഒരാണിനെയും പെണ്ണിനെയും പ്രേമിപ്പിക്കുക എന്നുള്ളത്, എന്നിട്ട് അവരുടെ ആ എഫെയറിൽ കൂടി കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് പിന്നെ ബന്ധം ശിഥിലമാക്കാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുക. പിന്നെ ഡൈവേഴ്സും. നമ്മളെ മക്കളുടെ ധാരണ എന്താണ്? പ്രേമിച്ചാലേ വിവാഹമാവുള്ളൂ എന്നാ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ദി റിയൽ ലവ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ മാരേജ് ഓൺലി. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണ്? യഥാർത്ഥത്തിലുള്ള സ്നേഹം ആരംഭിക്കുന്നത് കല്യാണത്തിന് ശേഷമാണ്. ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? 2-3 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പ്രേമത്തിലകപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് പ്രശ്നമായിട്ട് വരികയാണ്. എന്ത്? എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമല്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ, അനുഭവം പറയാൻ നേരമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങൾ ഇസ്ലാം കൃത്യമായി ഡിഫൈൻ ചെയ്തത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. ആളുകളൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ പുറത്താക്കൂലേ? ആളുകൾ നമ്മെ എന്താ വിചാരിക്കുക? വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് അസ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്നാ നമ്മളെ ചിന്ത. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്നു, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ആ അള്ളാഹ് എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? ഒരു പ്രശ്നം ആർക്കുമില്ല. മക്കളെ വിദ്യാഭ്യാസത്തിലും അതന്നെയാണ്. ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മയ്യത്ത് നമസ്കരിക്കാനുള്ള പ്രാർത്ഥന എൻ്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചിന്തല്ല. IAS പഠിപ്പിക്കുന്നു, MBBS പഠിപ്പിക്കുന്നു, എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ റാഗിംഗ് കേസിൽ പ്രതികളായി പിടിക്കപ്പെടുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. പഠനങ്ങൾ തെളിയിക്കുന്നു. എന്താ കാരണം? ഒരു സഹോദരന് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളോ പെരുമാറ്റങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ അധ്യാപനം നേരിട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗ് അല്ല ഏത് കോഴ്സിന് അവൻ പഠിക്കുകയാണെങ്കിലും അവൻ മനസ്സിലാക്കുന്നു, എൻ്റെ രക്ഷിതാവായ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാണാറുണ്ട്, യു ആർ അണ്ടർ ദി സർവലൻസ് ഓഫ് CCTV അല്ലേ? ഇപ്പം എല്ലായിടത്തും ക്യാമറയാണ്. ആ ക്യാമറ കാണുമ്പോഴേക്ക് ആളുകൾക്ക് പേടിയാണ്. ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് മാന്യമായിട്ട് നിൽക്കണം. ഈ പൊട്ടൻ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല 24 hours 24 മണിക്കൂർ ഇവനെ നിരീക്ഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു ബോധം ഉണ്ടായ മനുഷ്യനെങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുക? ആയത്തുൽ കുർസി ഓതിയാ പോരല്ലോ. അല്ലാഹ് ഹയ്യാണ്, അല്ലാഹ് ഖയ്യൂമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എങ്കിലല്ലേ ഇവിടെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രശ്നങ്ങൾക്ക് പരിഹാരം നാം മനസ്സിലാക്കണം. പ്രതികാരം ജനിപ്പിക്കുന്ന സിനിമകളാണ് മക്കൾ കാണുന്നത്. ഇത് അവരിൽ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക. ഒരു മീൻ വാങ്ങാൻ പറഞ്ഞാൽ പറ്റില്ല, പച്ചക്കറി വാങ്ങാൻ പറഞ്ഞാൽ പറ്റില്ല. കാരണം പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ അതൊന്നും പറ്റൂല. എന്നിട്ട് ഈ വാപ്പ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ടുവരുന്നു, തിന്നാൻ അവൻ ഉഷാറായിട്ടുണ്ട്.
MA-ക്ക് പഠിക്കുകയാണ്, MSc-ക്ക് പഠിക്കുകയാണ്, MD-ക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂലല്ലോ. എന്നാ തിന്നണേലതില്ല. ഈ വാപ്പത് ഇങ്ങനെ തീറ്റിപ്പോറ്റുക. അവസാനം വാപ്പയെ മുഖത്തടിക്കുന്ന സംസാരങ്ങളും. അപ്പോൾ ഉന്മേഷം ലഭിക്കാൻ വേണ്ടി, കമ്പനി സേക്കിന് വേണ്ടി, അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തകർന്ന കുടുംബ പശ്ചാത്തലം, അറിവില്ലായ്മ. ചിലരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഒരു വട്ടം അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എഡിക്റ്റായിട്ട് മാറുകയാണ്. സാഹചര്യ സമ്മർദ്ദങ്ങൾ മുഖേന, ക്ഷീണം തീർക്കാൻ വേണ്ടി, സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടി, ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ ലക്ഷ്യബോധമില്ലായ്മ കൊണ്ട്, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, ബോറടി മാറ്റാൻ വേണ്ടി, അപമാന ഭയം കൊണ്ട്, അമിതമായ സ്വാതന്ത്ര്യം കൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നത്. നമ്മളിപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന ഒരാളെ കണ്ട ഓൻ കള്ളുടിയാനാന്ന് പറഞ്ഞിട്ട് ഓൻ അങ്ങോട്ട് ബ്ലെയിം ചെയ്യും, ബ്രാൻഡ് ചെയ്യും. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് നമ്മൾ വിചാരിച്ച്. പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്നേഹത്തോടു കൂടി അവരോട് നിങ്ങൾ ഇൻറ്റിമേറ്റ് റാപ്പ് ബിൽഡപ്പ് ചെയ്താൽ, സ്നേഹത്തോടു കൂടി അവരോട് സംസാരിച്ചാൽ അവർ മനസ്സ് തുറക്കും. ഇത് രഹസ്യമായും പരസ്യമായും ഇന്ന് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ഉണ്ട്. ഇവിടെയും നാം കേൾക്കുന്നു. എന്താ രക്ഷ? അവിടെയാണ് പരിഹാരം. വിദ്യാഭ്യാസമാണ്. യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്താണ്? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. എൻ്റെ മകനിൽ, എൻ്റെ മകളിൽ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കണം, സംസ്കരണം ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ്, ആ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് രക്ഷിതാക്കളായ നമ്മൾ കൊടുക്കണം. വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ചുറ്റുപാടും ഉള്ളത്. സ്വന്തം മക്കളെ വിശ്വസിക്കുന്ന രക്ഷിതാവ്, ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന മക്കളെ സംബന്ധിച്ച് അജ്ഞരാണ്. ഇപ്പോൾ ഒരു രക്ഷിതാവിനോട് പറയാണ്, നിങ്ങളെ കുട്ടി ഇന്നൊരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എൻ്റെ കുട്ടി അതാവില്ല, ടീച്ചർക്ക് തെറ്റിയതാവും. സാധാരണ നമ്മൾ കേൾക്കുന്നൊരു സംഗതിയാണ്. എൻ്റെ കുട്ടി അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യൂല. ഈ അടുത്ത് ഒരു കേസിൽ ഞാൻ ഇടപെട്ടു. നേരിട്ട് ഞാൻ ലൈവായിട്ട് കണ്ടു. മകൻ ടാബും അതുപോലെ തന്നെ ഈ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളാണ് അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇതാ കാണുന്നത് മോശപ്പെട്ട കാര്യമാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഓൻ ഫുട്ബോളാണ് സാധാരണ കാണല്. നേരിട്ട് എന്നോട് പറഞ്ഞ ഇത് അനുഭവം ഞാൻ പറഞ്ഞത്. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്ന മക്കളെ നമ്മൾ ന്യായീകരിക്കുന്നു. എൻ്റെ കുട്ടി അങ്ങനെ തെറ്റൊന്നും ചെയ്യൂല. പിന്നെ ഈ പറയുന്നവർക്കാണ് പിന്നെ കുറ്റം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ സ്വകാര്യമായിട്ടുള്ള അവരുടെ നിമിഷങ്ങൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്കൊന്നും നേരല്ല. ബിസിയല്ലേ? ചോദിക്കണതിന് മുമ്പ് വാങ്ങിക്കൊടുത്ത്. ഈ അടുത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാ. അപ്പം ഞാൻ ചോദിച്ചു, ടാബ് വാങ്ങിക്കൊടുത്താണ്. അപ്പം ഞാൻ ബാപ്പനോട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ ടാബ് വാങ്ങിക്കൊടുത്തത്? ഞാനൊന്നും പഠിക്കുമ്പോൾ ഏതായാലും ആ സംവിധാനമൊന്നും ഇല്ലല്ലോ, പിന്നെ കുട്ടിക്ക് ഇതൊക്കെ പഠിക്കാൻ ആവശ്യമുള്ള സംഗതിയാണെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് പാവം വാങ്ങിക്കൊടുത്ത്. ടാബ് കണ്ടുപിടിച്ച ആൾ ഈ അടുത്താണ് മരണപ്പെട്ടത്. അയാളുടെ ഒരു പത്രവാർത്ത ഞാൻ വായിച്ചു. സ്വന്തം മക്കൾക്ക് മൂപ്പരത് ഹറാമാക്കിയിട്ടുണ്ട്. നമ്മളോ രാജാവിനേക്കാളും വലിയ രാജഭക്തിയാണ് നമുക്ക്. കാരണം പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. രക്ഷിതാവ് എന്താ പറയല്? ഞാൻ ഏതായാലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി കഷ്ടപ്പെടരുതേ. പിന്നെ അതിന് പറ്റിയ ഭാര്യമാരും ഉണ്ടാവും നമ്മളെ കൂടെ. നിങ്ങളെന്തിനാ അങ്ങനെ ബിസ്കുട്ട് കൊടുത്താളി, നിങ്ങൾക്ക് കൊടുത്തൂടെ? കോറലിങ് പാരൻസ്. കുട്ടി മനസ്സിലാക്കി വാപ്പിയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉമ്മക്ക് അങ്ങോട്ട് സൈഡ് വെക്കും മകൻ അല്ലെങ്കിൽ മകള്. വാപ്പനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലേ? അപ്പോൾ ഉമ്മക്ക് വലിയ സന്തോഷമാവും. കാരണം ആദ്യം തന്നെ വാപ്പിയും ഉമ്മയും തമ്മിൽ എന്താണ്? ഷണ്ടയാണ്. എരുതി എണ്ണൊഴിക്കുന്ന സംസാരം മക്കൾ നടത്തുമ്പോൾ ഈ ഉമ്മ അറിയുന്നില്ല ഈ മകനെ അല്ലെങ്കിൽ മകളെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ ശ്രദ്ധിക്കണം. എടക്കര എന്ന് പറഞ്ഞ സ്ഥലം മലപ്പുറം ജില്ലയിലാണല്ലോ. അവിടെ ഒരു LP സ്കൂളിൽ 3ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി, പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ ദൃശ്യമായി. സംസാരത്തിലും പെരുമാറ്റത്തിലും മാറ്റം. ഒരുപാട് പരാതികൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടി വന്നു. അപ്പോൾ ഈ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത്,
വാപ്പാൻ്റെ മൊബൈലിലുള്ള ഒരുപാട് ക്ലിപ്പ് സ്ഥിരമായിട്ട് മകൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. തകരാറാർക്കാണ്? വാപ്പക്ക്. വാപ്പ സ്വകാര്യമായി കാണുന്ന വേണ്ടാത്ത പോണോഗ്രാഫിക് സൈറ്റുകൾ ഈ കുട്ടി മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ടെക്നോളജിയൊക്കെ അപ്ലൈ ചെയ്തു. നമുക്കിത് കത്താൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഒരുപാട് പഴക്കമുണ്ടല്ലോ. 45-50 ഒക്കെ ആയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് അത് ഓണാക്കി ഒന്ന് ഇങ്ങോട്ട് ചാലു ആക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളെ കുട്ടികളൊക്കെ കാണാം ഇതാന്ന് പറഞ്ഞിട്ട് അല്ലേ, എത്ര പെട്ടെന്നാണെന്നറിയോ. നമ്മളെവിടെയെങ്കിലും ഹൈഡ് ചെയ്തൊക്കെ ഒരു പെട്ടെന്ന് കാണാം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. വാപ്പ അന്തല്ലാതെ എന്ത് ചെയ്തു? ഇതവിടെ വെച്ചു. അപ്പം ഈ കുട്ടി വാപ്പ കണ്ടതിൻ്റെ ബാക്കിയാണ് നമ്മളെ കുട്ടി പിന്നെ കാണുന്നത്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലായിരിക്കും പിന്നെ ചെയ്യുക. ഈ വാപ്പക്ക് അന്തല്ല. അതായത് പിതാവ് കാണുന്ന അശ്ലീലങ്ങൾ കുട്ടി കൂടി കാണുന്നു. ഇത് ഒരറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതിയുണ്ട്. ചില കുട്ടികൾക്കൊക്കെ വലിയവരോട് വലിയ ചങ്ങാത്തായിരിക്കും. വലിയ ആളുകളോട് പറഞ്ഞാൽ പ്രായത്തിൽ മുതിർന്ന ആളുകളോട് ഓല തോളിലൊക്കെ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന. എന്താ വിഷയം? പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സമീപനമുള്ള ആളുകൾ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത് രക്ഷിതാവിന് ധാരണല്ല. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. നിങ്ങളെ കുട്ടി എന്നെ ചെയ്യുക, കാരണം നിങ്ങൾ സെലഫിയാണ്. നിങ്ങളെ കുട്ടി എന്നെ ചെയ്യുക, മനസ്സിലാക്കിക്കോളി. നിങ്ങളെ കിട്ടൂല, ഭാര്യനെ കിട്ടൂല, ഒന്നും കിട്ടൂല. അവസാനം പോയിട്ട് തോണ്ടും. നിങ്ങളുടെ കരളിൻ്റെ കഷ്ടമായ കുട്ടിയാണ് തോണ്ടുക. കാരണം മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ്. മക്കൾ പരീക്ഷണ. ആ മക്കൾ മുഖേന നിങ്ങളെ പ്രയാസപ്പെടുത്തും, പരീക്ഷിക്കും. എന്തൊക്കെയാണ് നടക്കുന്നത്? ഹോമോസെക്സ്വാലിറ്റി. ഇതൊന്നും ഇപ്പം ഇവിടെ ഇല്ല എന്നാ പറയുന്നത്. ലെസ്ബിയനിസം ഒരു സമുദായത്തെ മുഴുവൻ നശിപ്പിച്ചു. നമുക്കറിയാം. സൊഡോമി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അല്ലേ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ എന്തിനാ നശിപ്പിച്ചത്? അത് സാർവത്രികമാകുന്നു. എങ്ങനെ ചൂട് കൂടാതിരിക്കുക? ആൺകുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലും പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലും ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാ കുട്ടിയുടെയും കയ്യിൽ വന്നു. എല്ലാവരും എവറിത്തിങ് ഈസ് ഓപ്പൺ, നത്തിങ് ഈസ് ഹിഡൻ. ഒന്നും മറഞ്ഞതായിട്ടില്ല, എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. എല്ലാ വാതിലും തുറന്നിട്ടിട്ടുണ്ട്. തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാണാൻ പാടില്ലാത്തതാണ് കുട്ടി കാണുക. കാരണം കുട്ടിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും എന്താണ്? ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, താല്പര്യം. മറഞ്ഞത് കാണാനുള്ള താല്പര്യമാണ് കുട്ടിക്ക് ഉണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിപ്പോൾ ഏകദേശമൊക്കെ നിലച്ചിട്ടുണ്ടാവും, പക്ഷെ കുട്ടിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല. ഈ പ്രായത്തിൽ ചെയ്യൂല. നിങ്ങളെ പ്രായത്തിൽ നിങ്ങളെ കുട്ടി അത് ചെയ്യൂല. പക്ഷെ കുട്ടിയുടെ പ്രായം 15 14 13 കൗമാരത്തിൻ്റെ തുടക്കാണ്, ടീനേജാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നൈമിഷികമായ ബന്ധത്തിലേക്ക് വീഴുന്ന കുട്ടികൾ, സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നൈമിഷികമായ സുഖം കിട്ടാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല. നല്ല വിലപിടിപ്പുള്ള മൊബൈൽ ഉണ്ടാവും, കുട്ടീൻ്റെ കയ്യിൽ റീചാർജ് ചെയ്യണ്ടേ? ഒന്നിത് വിളിക്കണ്ടേ? ബോയ് ഫ്രണ്ട് ഉണ്ടാവും, ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, പലർക്കും വിളിക്കണ്ടേ? വാപ്പ പൈസ കൊടുക്കൂല, ഉമ്മയും കൊടുക്കൂല. അപ്പോൾ എനിക്ക് പൈസ കിട്ടണം. അപ്പോൾ ഹലാലായ മാർഗം അതിനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഹറാമായിട്ടുള്ള മാർഗത്തിൽ കൂടി പണം സമ്പാദിക്കാൻ ചില ആളുകളുണ്ട്. ഒരു പൈസ കൊടുക്കും. നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ പൈസ വരും. നിങ്ങൾ അന്വേഷിക്കണം എവിടെ നിന്നാണ് ഈ പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നഗ്ന സത്യങ്ങളാണ്. അതുപോലെ കസിൻ റിലേഷൻഷിപ്പ് ഇതൊക്കെ അറിയോ? അതിൻ്റെ കസിനാണ്. എന്ത് കസിൻ? സ്വന്തം സഹോദരനിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി ഞങ്ങൾക്ക്? ഈ അടുത്ത് തെക്ക് ഭാഗത്തുനിന്ന് ഒരു ഉസ്താദിനെ വിളിച്ചു. എന്തിനാ വിളിച്ചാറ്? ഞങ്ങൾ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഉസ്താദാണ്, നമ്മുടെ പണ്ഡിതനാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഒരു കൗൺസിലിംഗ് ക്ലാസ് വേണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ആ പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി, അഫ്സൽ ഉലമ കഴിഞ്ഞാവുമല്ലോ, ആ പെൺകുട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തോട് തിരിഞ്ഞപ്പോൾ ആ കുട്ടിയെ തോണ്ടി കുട്ടി.
എവിടെത്തി? ടീച്ചർ മതാണ് പഠിപ്പിക്കുന്നത്, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകയെ തോണ്ടാൻ, ലൈംഗികമായിട്ടുള്ള ചുവ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ നമ്മുടെ മക്കൾക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് അത് കിട്ടിയേ? നമുക്ക് ബോധം വേണ്ടേ? അപ്പോൾ ഇസ്ലാം എല്ലാറ്റിനും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിലേക്ക് കയറണമെങ്കിൽ പെർമിഷൻ എടുക്കണമെന്ന് ഇസ്ലാം സൂറത്തു നൂറിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടരെ ചിന്തിക്കുക. എല്ലാവരുടെയും വീട്ടിൽ എന്താണ്? എല്ലാം തുറന്നിട്ടിരിക്കുന്നു. ആണും പെണ്ണും കൂടെ ഇരുന്നിട്ട് കാണുകയാണ് എല്ലാ വൃത്തികേടും. സ്വന്തം ഉമ്മൻ്റെയും ഉപ്പൻ്റെയും ബെഡ്റൂമിലേക്ക് 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ പെർമിഷൻ ചോദിച്ച് പോകണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ടെലിവിഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എങ്ങനെ എല്ലാവരും കാണുന്നത്? ആർക്കെങ്കിലും വല്ല ഉളുപ്പുണ്ടോ? ലജ്ജയുണ്ടോ? ലജ്ജ പോയി. കാരണം തെറ്റ് സാർവത്രികമായി. തെറ്റ് തെറ്റാണെന്ന് ഇപ്പം ആർക്കും തോന്നേയില്ല. സംഗീതത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അതൊന്നും പ്രശ്നമല്ല. ചിലവർ അതിന് ഫത്വ തന്നെ കൊടുത്തു, സംഗീതമൊക്കെ ഹലാലാണ്. ഞാൻ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിച്ചിട്ടില്ലേ? എന്ത് തഫ്സീർ? അവർക്ക് സ്വന്തം അഭിപ്രായങ്ങളാണ് അവർക്ക് മതം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഓരോ കാര്യങ്ങൾക്കും വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആൺകുട്ടികൾ, ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പത്രത്തിൽ ഇങ്ങനെ വാർത്തകൾ കേൾക്കണ്ടല്ലോ, കഞ്ചാവ് കേസിൽ ഇന്നാൾ പിടിയിൽ, മോഷണ കേസിൽ ഇന്നാൾ പിടിയിൽ, എന്നും പത്രത്തിൽ വാർത്ത വരികയാണ്. കുട്ടികൾ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ആൺകുട്ടികൾ അനധികൃതമായിട്ടുള്ള മണൽക്കടത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന. പോലീസ് വരുന്നോ എന്നുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പൈസയാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ബൈക്കിൽ പോയിട്ട് ഇതിന് എസ്കോട്ട് പോകുന്നത്. ഓരൊക്കെ കയ്യിൽ 1000, 1500, 2000 ഒക്കെ പൈസ വരുന്നുണ്ട്. പിന്നെ വാപ്പനും ഇമ്മനും വില ഉണ്ടാവോ? ഒന്നിനും വിലയില്ല. കാരണം എല്ലാവരുടെ കയ്യിലും നിറയെ പണമാണ്. കുട്ടികളുടെ കയ്യിൽ വരുന്ന അമിതമായ പണത്തെക്കുറിച്ച് ഒരു രക്ഷിതാവിനും വേവലാതിയില്ല. അതുപോലെ തെറ്റായി മെസ്സേജ് നൽകാൻ ചില അധ്യാപകരുണ്ട്. മതമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത ചില അധ്യാപകർ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അവരിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന നെഗറ്റീവായ മെസ്സേജ് ഉണ്ട്. എന്താണ്? ക്ലാസ് മുറിയിൽ മൊബൈലുമായിട്ട് വന്നിട്ട് ഇയർഫോണൊക്കെ വെച്ച് വിളിക്കുന്ന ചില അധ്യാപകർ. എല്ലാവരും അങ്ങനെയെന്നല്ല, ന്യൂനപക്ഷയിലുണ്ട്. ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ചില തെറ്റായ സന്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ മൊബൈൽ കടകളുണ്ട്. നമ്മൾ നിരീക്ഷിക്കണതൊക്കെ എന്താ അവിടെ ഏർപ്പാട് നടക്കുന്നത്? അശ്ലീലമായിട്ടുള്ള ക്ലിപ്പിങ് അതിന് കാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫീസ് ഉണ്ട്, 30 രൂപ, 20 രൂപ. നിങ്ങളെ കുട്ടികൾ സ്കൂൾക്ക് ഏതായാലും മൊബൈൽ കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ പെട്ടിക്കടക്കാരൻ പറയും, ഇവിടെ വെച്ചാൽ മതി, ഞാൻ എൻ്റെ സേഫ് കസ്റ്റഡിയിൽ, വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമുള്ള സാധനം ഞാൻ തരാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലിപ്പിംഗ് അതിൽ കയറ്റി കൊടുത്തിട്ടുണ്ടാവും. ഉമ്മക്കും വാപ്പക്കും ആ വിഷയത്തിലൊന്നും വലിയ അപ്ഡേഷൻ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടി പഠിക്കുകയാണ് എന്നുള്ള വ്യാജേന റൂമൊക്കെ അടിച്ചിട്ട് നല്ല പഠനം കുട്ടി നടത്തും. കുറച്ച് കഴിയുമ്പോൾ മാർക്ക് അങ്ങനെ കുറഞ്ഞു വരും. അപ്പോഴാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. കുട്ടീൻ്റെ മാർക്ക് അങ്ങനെ കുറഞ്ഞു വരികയാണ്. പഠിത്തത്തിൽ എനിക്കാണെങ്കിൽ ഒരു കുറവുമില്ല. എന്താണ് സാറേ ഈ മാർക്ക് ഇങ്ങനെ കുറയാനുള്ള കാരണം? കുട്ടി പഠിക്കുന്നുണ്ട്, നല്ല പഠിത്തമാണ്, പഠിക്കണ്ടേ, നല്ല പഠനമാണ്. പക്ഷേ നിലവിലുള്ള മെമ്മറിയുടെ കാർഡിനെ മുഴുവൻ ഡെലീറ്റ് ചെയ്യുന്ന പഠനമാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേണ്ടാത്ത കാര്യങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ പാടില്ല എന്ന് ഖുർആനാണല്ലോ പറഞ്ഞത്. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എന്താ ഖുർആനിൽ പറഞ്ഞത്? നിനക്കറിവില്ലാത്ത യാതൊന്നിൻ്റെയും പിന്നാലെ നീ പോകരുത്. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയം എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഈ ആയത്തിനെ കുറിച്ച് ഇത്ര ഗൗരവം? കാണാൻ പാടുള്ളതേ കാണാൻ പാടുള്ളൂ.
കേൾക്കാൻ പാടുള്ളതേ കേൾക്കാൻ പാടുള്ളൂ. ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പാടുള്ളതിനെ നമ്മൾ സാക്ഷി നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലായിടത്തും എല്ലാം അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലാതാവും. അതുകൊണ്ടാണ് നല്ലതിന് നിങ്ങൾ സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ മക്കൾ നല്ലതിനാണോ കൂട്ടരെ സാക്ഷി നിൽക്കുന്നത്? അതുകൊണ്ട് സ്കൂൾ പരിസരത്തുള്ള ഇത്തരം മൊബൈൽ കടകൾ അശ്ലീലമായിട്ടുള്ള ക്ലിപ്പിംഗ് കച്ചവടം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നു. കാടാമ്പുഴ സ്കൂളിൽ നിന്ന് പിടികൂടിയിട്ടുള്ള പോണോഗ്രാഫീസ്, അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ, അതിൻ്റെ ഉറവിടം അന്വേഷിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു മൊബൈൽ കടയാണ് കണ്ടെത്തിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏകദേശം 100ഓളം വീഡിയോ ക്ലിപ്സ് പിടിച്ചെടുത്തു പോലീസ്. ഇതൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, നാം ജാഗ്രത കാണിക്കുക. അത്രയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. പഠനത്തിലൊക്കെ ഫസ്റ്റ് നിന്ന കുട്ടികളാണ് പെട്ടെന്ന് പിറകോട്ട് പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്താണ്? നാം വാങ്ങിക്കൊടുക്കുന്ന മൊബൈലുകൾ. വാപ്പ വിചാരിക്കുന്ന വാപ്പയുടെ തൻ്റെ ഇടം കുട്ടിക്കുണ്ട് എന്നാണ്. ഈ പ്രായത്തിന് അസ്ഥിരതയാണ് അവരുടെ ഒരു വിഷയത്തിലും അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല, പക്വതയുണ്ടാവില്ല. വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് മക്കൾ സംസാരിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രതിഭാധനരായിട്ടുള്ള മക്കൾ, നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും മിടുക്കരാണ്, സ്മാർട്ടാണ്. ആ മക്കൾ അത് പ്രശ്നക്കാരായി മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളാണ്. മക്കൾക്ക് യഥാർത്ഥത്തിലുള്ള തർബിയത്ത് നമ്മൾ നൽകണം. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളാണ്. പഠനത്തിൽ പിന്നോക്കാവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? കാരണമുണ്ട്. വെറുതെ പഠനത്തിലൊരു കുട്ടി പിറകോട്ട് പോവില്ല. ദർ ആർ സർട്ടൻ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം പ്രണയം എന്ന കുരുക്ക്. പ്രണയം ഒരു കുരുക്കാണ്. ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടി വന്നാൽ, ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ആൺകുട്ടി വന്നാൽ പിന്നെ മാത്സ് പഠിക്കാൻ പറ്റില്ല, ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. ഈ ബുക്ക് തുറക്കുമ്പോൾ ആ ചിത്രം അവിടെ അങ്ങനെ വരും. കണക്ക് ചെയ്താൽ തീരൂല, ചരിത്രം പഠിച്ചാൽ പഠിയൂല. കാരണം ആരെ ചരിത്രമാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാവുക? ഈ പെൺകുട്ടിയുടെ ചരിത്രം അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ചരിത്രം ഉണ്ടാവുക. അപ്പോൾ പഠനത്തിൽ പിന്നൊക്കെ പോവും. കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയല്ല, വാപ്പ വലിയ കടത്തിലാണ്, സാമ്പത്തികമായ തകർച്ചയിലാണ്, പഠനം പിന്നോട്ട് പോവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണം, ഇതൊക്കെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിൻ്റെ പോയിന്റ് മാത്രം പറയാണ്. വേണ്ടപ്പെട്ട ഒരാൾ, ചിലപ്പോൾ കുട്ടിയുടെ ഫ്രണ്ട് മരിക്കുക, ഫ്രണ്ട് ഉപ്പ മരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടാൽ അത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. അതുപോലെ രക്ഷിതാക്കൾ തമ്മിൽ എന്നും പ്രശ്നമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വാപ്പയും ഉമ്മയും തമ്മിൽ എന്നും ഫൈറ്റാണ്. നമ്മുടെ അടുത്ത ജില്ലയിൽ കുട്ടി പ്രേമിച്ച് ഓടിപ്പോയി, അവസാനം നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം എന്താ? നാടുവിട്ട് ഇപ്പോൾ രക്ഷയില്ല. എന്നിട്ട് അതിൻ്റെ നിക്കാഹ് നടത്തി കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. എന്നെ തന്നെയാണ് വിളിക്കേണ്ടത്. ഞാൻ പോയിട്ടില്ല. അത് ഹലാലാക്കണ പണിയല്ലല്ലേ നമുക്ക്. മനസ്സിലാവുണ്ടോ? ലൈവായി നടന്ന കാര്യമാണ്. അപ്പോൾ ആ കുട്ടി ഒളിച്ചോടിയപ്പോൾ അതിൻ്റെ ബാക്കി പത്രം ആ കൗൺസിലിങ്ങിനുള്ള അവസരം കിട്ടി. അപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തത്. മനസ്സിലാവണ്ട? ഈ കുട്ടി പ്രേമിച്ച് ഒളിച്ചോടാനുണ്ടായ കാരണം എന്ത് എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. കാരണം എന്താണ്? വാപ്പയും ഉമ്മയും തമ്മിൽ എന്നും പ്രശ്നമാണ്, അരക്ഷിതാവസ്ഥ. ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടി ഒരു ഇടത്താവളം തേടുന്നു. കുട്ടിയുടെ മനസ്സ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കും. അപ്പോൾ ഒരു ചങ്ങായിനെ കിട്ടി, ഓൻ്റെ കൂടെ പോയി. അതുപോലെ തന്നെ കേൾവിക്ക് കുറവുണ്ടായാൽ പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ ചെവിയൊക്കെ ഒന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിലേ, അത് കുറേ പ്രായമായിട്ടല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്, നേരത്തെ തന്നെ. അതിനൊക്കെ ഒന്ന് പിന്നെ സംസാര വൈകല്യം ഉണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുണ്ട്, ഓഡിയോളജിസ്റ്റുകളുണ്ട്. അതൊക്കെ ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഉണ്ട് ടെസ്റ്റ് ചെയ്യണം. ചിലവർക്ക് കാഴ്ചക്കുറവുണ്ടാവും, കുട്ടിയൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ കുട്ടിക്കറിയില്ല കാണുന്നില്ല എന്നുള്ളത്
അറിയില്ല. MSc പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ വിവാഹം ജീവിതത്തിൽ ഭർത്താവായിട്ട് എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് നിർവഹിച്ചപ്പോൾ ഈ കുട്ടി പറയണേ, ഞാൻ വിചാരിച്ച് എല്ലാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെ ആവുന്നു. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്നേഹമൊന്നും ഇത്രയൊക്കെ സ്നേഹം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചതെന്ന്. കാരണം ഓള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അനുഭവം വെച്ചിട്ട് ജനറലൈസ് ചെയ്തു. ഈ രീതി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കാഴ്ചക്കുറവുണ്ടാവും. ബുദ്ധി വൈകല്യം കൊണ്ട് പഠനം പിന്നോട്ട് പോവും. ബുദ്ധിക്ക് MR എന്ന് കേട്ടിട്ടുണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ. അതിൻ്റെ ശതമാനം 10% 20%. ഇതിനൊക്കെ ഒന്ന് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ TV-ക്ക് മുമ്പിൽ എഴുത്തിയാഫിരിക്കുന്ന ചില കുട്ടികളുണ്ട്. കൊച്ചു TV, നല്ല കൊച്ചു TV-യാണ്. ഈ അടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കൊച്ചു TV തുറന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ആ സംഭാഷണം കേട്ട് കണ്ടില്ല, കേൾക്കാലോ, അത് ഇങ്ങനെ കുത്തിയേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊച്ചു TV നടക്കണമൊക്കെ വലിയ ആളുകളുടെ സംഭാഷണമാണ്. അപ്പോൾ ഞാൻ വാപ്പനെയും ഉമ്മനെയും വിളിച്ചു പറഞ്ഞു, എന്തിനാ ഈ കുട്ടി ഞങ്ങൾ കേടുവരുത്തുന്നത്? അതെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പിന്നെ കൺട്രോളില്ല, എന്താ അതിന് പേരുണ്ടല്ലോ, പിന്നെ റിമോട്ട് കൺട്രോള്, അത് ഓൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരാ വാങ്ങിക്കൊണ്ടുവന്നത്? ദുബായിൽ നിന്ന് ഇതാരാ കൊണ്ടുവന്നേ? വാപ്പാ. റിമോട്ട് അവൻ്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടല്ലേ കിട്ടിയത്? അപ്പം നരകത്ത് പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോടാ ചോദിക്കുക, പിന്നെ ഉമ്മനോടും ചോദിക്കും, എന്നിട്ടേ മോനെ കടത്തുള്ളൂ. ഈ ബോധം നമുക്കുണ്ടോ? നമ്മൾ പറയും കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കൂല. കുട്ടി എങ്ങനെ കേൾക്കുക? നിങ്ങളെ കണ്ടിട്ടല്ലേ കുട്ടി പഠിക്കുന്നത്? അപ്പോൾ TV അഡിക്ഷൻ കൊണ്ട് പഠനത്തിൽ പിന്നോട്ട് പോകും. ഗെയിംസ് അഡിക്ഷൻ. ചില വാപ്പാർക്കൊക്കെ മക്കളോടുള്ള സ്നേഹം എന്താ? ഗെയിംസ്. എന്ത് ഗെയിംസാണ് നമ്മളെ കുട്ടി കാണുന്നത്? വയലൻസ്, അക്രമ മനോഭാവം വളർത്തുന്ന പ്രോഗ്രാമുകളാണ്. നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങിയ ഒരു വിഭാഗമുണ്ട്. അറിയാലോ നിങ്ങൾക്ക്. ഒന്ന് ജൂതനാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ച എന്താ? ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ആ മതത്തിലേക്ക് എത്തുന്നത് വരെ ഓർക്ക് സമാധാനമല്ല അല്ലേ? ഓണമൊക്കെ ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ഓണം ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾക്കുള്ള ന്യായം എന്താണ്? വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് അസ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കുക? അപ്പോൾ ഓണമായിട്ട് ആഘോഷിക്കാന്ന്. സ്വന്തം ഒരു ഐഡൻറ്റിറ്റി വേണ്ടേ? അതില്ല, ഞാൻ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാം നമ്മളുടെ ഐഡൻറ്റിറ്റി അത്രയേ ഉള്ളൂ, വ്യക്തിത്വം അത്രയേ ഉള്ളൂ. സഹോദരന്മാരെ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതിയിട്ട് ആളുകളെ ഉദ്ധരിക്കുന്നവരാണല്ലോ നമ്മൾ. ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. പക്ഷെ നമുക്ക് ആ ബോധമല്ല. നമുക്കെപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അപകർഷതാബോധം. എന്നെ ഒന്നിനും പറ്റില്ല. പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ നമ്മൾ അംഗീകരിക്കുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പഠനം പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ്. കുറ്റപ്പെടുത്തുക, സീൽ ചെയ്യുക. നന്നാവൂലടാ ജി നന്നാവൂല, വളരെ മോശമാണ്, ഓൻ ആരോടും ഒന്നും മിണ്ടേയില്ല. ഇതൊക്കെ ചില വാപ്പിയും ഉമ്മയും മക്കളെ കുറിച്ച് പറയല്. ഒരിക്കലും റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി, എൻ്റെ കോളേജിലുള്ള ഒരു കുട്ടി, സ്വന്തം കുട്ടിയായിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഇവൻ ആരോടും ഇങ്ങനെ വല്ലാതെ മിണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇനി മേലെ പറയരുത്. എന്താണോ നിങ്ങൾ പറയുന്നത് അത് ആ കുട്ടിയുടെ മനസ്സിൽ സീൽ ചെയ്യാണ്. കുട്ടി എത്ര ആളിൽ നിന്ന് അത് കേൾക്കുന്നത്? അപ്പം കുട്ടിക്ക് തന്നെ ഒരു നിർദ്ദേശം കുട്ടി മനസ്സിന് കൊടുക്കും, ഞാൻ സംസാരിക്കൂല, ഞാൻ വളരെ വീക്കാണ്, ഞാൻ ഫ്രണ്ട്ലി അല്ല, ഇന്നൊന്നിനും പറ്റൂല. ഇത് നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ കമ്പാരറ്റീവ് സ്റ്റഡി അല്ലേ? മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള കുട്ടിയും തമ്മിലുള്ള കമ്പാരിസൺ മാതാപിതാക്കൾ സാധാരണ നിർവഹിക്കുന്നതാണ്. ഇന്ന ആളെ കണ്ട് പഠിച്ചോ, അപ്പോൾ അവൻ അങ്ങനെ നോക്കും. എന്താ ഇപ്പോൾ അവനക്ക് വ്യത്യാസം? അപ്പോൾ ചിലപ്പോൾ അവന് വളരെ ചിട്ടുള്ള കുട്ടിയായിരിക്കും, നല്ല ഡ്രസ്സിങ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കും, വളരെ സ്മാർട്ടാവും. ഇവൻ അതിലൊന്നുമില്ല. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. ഓരോ വ്യക്തിയും യുണീക്കാണ്, അതുല്യരാണ്. ഒരാളെപ്പോലെ അല്ല വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അനിയൻ, എൻ്റെ പെങ്ങന്മാർ
അവരൊക്കെ ഓരോ സ്വഭാവമുള്ളവരാണ്. എല്ലാവരും എന്നെ പോലെയല്ല. ഒരു വാപ്പക്ക് 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾ 5 ടൈപ്പാവും. ചിലവർക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലായിരിക്കും, ചിലവർക്ക് ഉണ്ടാവുക മാത്തമാറ്റിക്കൽ സ്കില്ലാവും, ചില ആളുകൾക്ക് ചിത്രം വരക്കാനുള്ള സ്കില്ലാണ് ഉണ്ടാവുക, ചിലർക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആവും. ഇന്ന സഅയക്കും ലശത്ത, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വൈവിധ്യമാർന്ന പരിശ്രമങ്ങൾ കൊണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ കുട്ടികളെ നമ്മൾ അംഗീകരിക്കണം. കുട്ടികളുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ താരതമ്യ പഠനം ചെയ്യാതിരിക്കുക. അതവരുടെ പഠനം പിന്നോക്കാവസ്ഥയിലേക്ക് പോകും. അതുപോലെ നെഗറ്റീവ് സ്ട്രോക്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, കുറ്റം പറയുക, ഇൻസൾട്ട് ചെയ്യുക, നല്ലത് പറയാതിരിക്കുക, പ്രശംസിക്കൂല, അംഗീകരിക്കൂല. കുറേ വിഷയത്തിന് A+ കിട്ടി, 1-2 വിഷയത്തിന് Bയും പിന്നെ ഒരു Cയും കിട്ടി. ആദ്യം തന്നെ പ്രോഗ്രസ് കാർഡ് നോക്കിയിട്ട് എന്താ ഇപ്പം എനിക്ക് B കിട്ടിയേ, എന്താ ഇപ്പം ഇത് C ആയത്? ഒരു 6 A അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്, അത് മൂപ്പര് കാണൂല. കാണലേതാണ് ഈ B കിട്ടിയതും C കിട്ടിയതും. എന്നിട്ട് കുട്ടീനായിട്ടിട്ട് അങ്ങോട്ട് പൊരിക്കും. പിന്നെ 6 വിഷയത്തിന് എനിക്ക് A കിട്ടിയിട്ടുണ്ട്, വരുന്ന കൊല്ലം ഞാൻ 3 C ആക്കിക്കോളാം. ഓൻ സ്വയം തീരുമാനിക്കും. കാരണം ഈ A കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല വർത്താനം വാപ്പയുടെ അടുത്ത് നിന്ന് കിട്ടണ്ടേ, പിന്നെ എങ്ങനെ നന്നാവാനാ? തകരാറ് നമുക്കാണ് രക്ഷിതാക്കളെ, നമ്മൾ തിരുത്താൻ തയ്യാറാവണം. അതുപോലെ ലൈംഗികമായ പീഡനത്തിന് ഇരയാകുന്ന മക്കൾ, നമ്മളെ മുജാഹിദ് ഫാമിലിയിലൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയണ്ട. നമ്മളെ മുജാഹിദ് ഫാമിലിയിലും ഉണ്ട്, അല്ലാത്ത ഫാമിലിയിലും ഉണ്ട്. സെക്സ് അബ്യൂസ് എന്നതിന് പറയാം. ആരാ അത് ചെയ്യണത്? ഏറ്റവും അടുത്ത അങ്കിൾ, ഏറ്റവും അടുത്ത സഹോദരൻ, ഏറ്റവും അടുത്ത കസിൻ, അവരായിട്ടൊക്കെ ഇടപഴകാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മളെ പെരയിൽ നന്നായിട്ടുണ്ട്. കാരണം എല്ലാവരും അങ്ങോട്ട് നോക്കിക്കാണല്ലോ. അപ്പം അപ്പുറത്തെന്താ നടക്കണ ആർക്കും അറിയില്ല. ഞാൻ ഒന്നായിട്ട് പൊക്കിക്കൊണ്ടായാലും അറിയില്ല, കാരണം ഇങ്ങനെ നോക്കി തന്നെയാണ്. അല്ലേ? പിന്നെ ഒക്കെ തോണ്ടലല്ലേ? അവിടെ അങ്ങനെ തോണ്ടുമ്പോൾ ഇവിടെയും തോണ്ടി തന്നെ. തോണ്ടിയാലും പ്രശ്നമൊന്നുമില്ല. തോണ്ടൽ ട്രെയിനിങ് ആണല്ലോ കൊടുക്കണേ. അപ്പം സെക്സ് അബ്യൂസ് അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. നമ്മൾ ആർട്സ് കോളേജ് പഠിക്കുന്നു, സയൻസ് കോളേജ് പഠിക്കുന്നു പറയണ്ടല്ലോ. കാരണം അതൊക്കെ അവിടെ ഓപ്പണാണ്, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മളൊക്കെ മക്കളെ പറഞ്ഞേക്കുന്നുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങളിലേക്ക്, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികളിപ്പം മടിയിലിരിക്കുകയാണ്. നമ്മളെ കുട്ടികൾ നല്ല മഫ്തൊക്കെ ഇട്ട പർദ്ദിയിട്ടിട്ടുണ്ടാവും, അതിൻ്റെ മുകളിലൊന്നായിട്ട് മൂടുപടും ഉണ്ടാവും, എന്നിട്ട് പോയിട്ട് ഇരിക്കുകയാണ്. കാരണം ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ട് കിട്ടുന്നതാണ്. പർദ്ദട്ടതുകൊണ്ടാവില്ലല്ലോ. മതപരമായിട്ടുള്ള ആ ഒരു ഉണർവും മാറ്റവും ഹൃദയത്തിനാണ് ഉണ്ടാവേണ്ടത്, അത് കിട്ടുന്നില്ല. അതുപോലെ ഡ്രഗ് ഡിപ്പെൻഡൻസ്, ലഹരി ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ പഠനത്തിൽ പിന്നോക്കം വരും. പിന്നെ ഈ അശ്ലീല സിനിമകളും ചിത്രങ്ങളും നിരന്തരം ഇൻ്റർനെറ്റിൽ കൂടി കാണുന്ന കുട്ടി അതിന് എഡിക്റ്റായിരിക്കും. അതൊരു ലഹരിയാണ്. എനിക്കറിയാം, 3 തവണ SSLC ഒരു പയ്യൻ എഴുതി. മംഗലാപുരം ഭാഗത്തുള്ള കുട്ടിയാണ്. അപ്പോൾ പേരൻസ് ഇവനായിട്ട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഓനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു പോണോഗ്രാഫിക് ചിത്രം കാണിച്ചു, പിന്നെ അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ എഡിക്ഷൻ. അവനക്ക് SSLC ഒന്നും എഴുതാൻ പറ്റില്ല. പഠനത്തിൽ അവൻ പിന്നോക്കം പോകുന്നു. കാരണം ജീവിതം എന്ന് പറയുന്നത് സെക്സാണ് എന്ന് അവൻക്കാരോ കൊടുത്ത മെസ്സേജാണ്. പിന്നീട് അവൻ്റെ ജോലി അതാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പം പഠനത്തിൽ പിന്നോക്കാവസ്ഥ, അതിൻ്റെ ഒരു കാരണമാണ് പോണോഗ്രാഫി. അതുപോലെ ആത്മവിശ്വാസക്കുറവുണ്ടാവും ചില കുട്ടികൾക്ക്, പഠനം പിന്നോട്ട് പോകും. അതുപോലെ ഇൻറ്റിമേറ്റായ ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ ഷെയർ ചെയ്യാൻ, എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ല. സ്വാഭാവികമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതുകൊണ്ടൊക്കെ പഠനം പിന്നോട്ട് പോകും. ഇവിടെ നമ്മുടെ മക്കൾ വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വൈകാരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ, ക്ലാസ്സിൽ അശ്രദ്ധ. ചില വാപ്പാർക്കൊക്കെ ഉള്ള പരാതി എന്താണ്? ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അശ്രദ്ധയിലാണ് കുട്ടി. അതിനുള്ള അത് തിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. വൈകാരികമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടി
അനുഭവിക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിൽപ്പെട്ട ഒന്നാണ് പഠനത്തിൽ പിന്നോക്കാവസ്ഥ. 2, ക്ലാസ്സിൽ അശ്രദ്ധമായിട്ടിരിക്കുക. കുട്ടി മാനസിക സംഘർഷത്തിലാണ്, ഇടക്കിടക്ക് ക്ലാസ് കട്ട് ചെയ്യുക. നിങ്ങളെ കുട്ടി ഇടക്കിടക്ക് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രശ്നമുണ്ട്. അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഇടപെടുന്നില്ല, അവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം കൂടുന്നു. ചിലവരൊക്കെ കൂട്ടുകാരെ പോയിട്ട് ഉപദ്രവിക്കും, എന്തെങ്കിലും പെൻസിലോ കോമ്പസോ ഒക്കെ എടുത്തിട്ട് കുത്തുന്നതാണ്. ആ പരാതിയായിട്ടാണ് വരിക. ശരിക്കും കുട്ടി അനുഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കോമ്പസ് എടുത്ത് കുത്താൻ അവനെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ മുതിർന്നവരോടും ടീച്ചേഴ്സിനോടും ഒക്കെ കുട്ടികൾ എതിർത്ത് സംസാരിക്കും. വൈകാരിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ ടീച്ചേഴ്സാണോ മുതിർന്നവരാണോ ഒന്നും നോക്കാതെ എതിർത്ത് സംസാരിക്കും. പെട്ടെന്നുള്ള കോപം, അതുപോലെ ടെൻഷൻ, സങ്കടം, ഇതൊക്കെ ആ മുഖത്ത് നിയലിക്കും. ചില കുട്ടികൾക്ക് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത് മോഷണം. ചില ഉമ്മാരും ഉപ്പാരും ഒക്കെ പറയാം, ഓൻ വല്ലാതെ പൈസ എടുത്ത് പോകുന്നു, ആരും അറിയ പോലുമില്ല, പൈസ എടുത്ത് പോവുക, മോഷണം. വല്ലാതെ നുണ പറയുന്നു, വൈകാരിക പ്രശ്നമാണ്. നുണ പറയൽ, മത്സരത്തെക്കുറിച്ചല്ല കേട്ടോ പറഞ്ഞ്, നുണ പറയൽ. പിന്നെ വിവരങ്ങൾ മറച്ചു വെക്കൽ. ചിലവരൊക്കെ വിവരങ്ങൾ മറച്ചു വെക്കുമ്പോൾ ശരിക്ക് ഖുർആൻ അവതരിപ്പിക്കണ മാതിരി അവതരിപ്പിക്കുക, വിശ്വസിച്ചു പോവും. അതുപോലെ അപകട സാധ്യത പരിഗണിക്കാതെ പെരുമാറും മക്കള്. ഉയർന്ന സ്ഥലത്ത് നോക്കാൻ ചാടിക്കൂടും. എവിടെ നോക്കിയിട്ടാണ് ഈ ചാടണമെന്ന്, വേറെ ഹെല്ലാണ്, ജദ്ബിൻ്റെ ഹെല്ലാണെന്ന് പറഞ്ഞ മാതിരിയാണ്. അതുപോലെ പാൻ മസാല, പാൻ പരാഗ്, കഞ്ചാവ്, ഇതൊക്കെ നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോയെന്നാ സംശയം. നമ്മളെ കുട്ടികളെ നാജാമാരെ മക്കൾ തന്നെ ഇതൊക്കെ ഉപയോഗിക്കണത്. നിങ്ങൾ രാമനാട്ടുകരയിലും കോഴിക്കോടും ഒക്കെ ഒന്ന് ക്യൂ നിൽക്കണ പോയി കണ്ടാൽ മതി. ഒക്കെ നമ്മളെ നല്ല കുട്ടികൾ തന്നെയാണ്. നമ്മളിവിടെ അല്ലേ, നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കാൻ വന്നൊന്നുമല്ല ഞാൻ, സത്യം പറയാം. ഇതിനൊക്കെ പരിഹാരം നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഈ കുട്ടികളെ ഇടയ്ക്ക് ആത്മഹത്യനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുന്നാര വർത്താനം പറയും. ഞാൻ പോവും, എന്തിനാ അവിടെ ജീവിക്കണത്, ഇതിനേക്കാളും നല്ലത് മരിക്കുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ ചില രോഗങ്ങൾ വരും, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും കാണുന്നില്ല, മനസ്സിലായില്ല, ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില രോഗങ്ങൾ വരിക മക്കൾക്ക്, വൈകാരിക പ്രശ്നങ്ങളാണ്. വയറുവേദന വരിക, വേദന ഓനങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ടെസ്റ്റിലൊന്നും എവിടെയും കാണുന്നില്ല. അതുപോലെ അബോധാവസ്ഥ വരിക, ഇതൊക്കെ മക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്താ അവിടെ പാരൻസ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് യുവർ റോൾ? വളരെയധികം ശ്രദ്ധിക്കണം ഈ പോയിന്റ്. കുട്ടി പറയുന്ന കാര്യത്തിലുള്ള സ്വകാര്യത, രഹസ്യമായ സ്വഭാവം നമ്മൾ വാഗ്ദാനം ചെയ്യുക. ഇതിനൊന്നും കൗൺസിലർ അടുത്ത് നിങ്ങൾ കൊണ്ടുപോണ്ട, നിങ്ങളോട് തന്നെ പറയും. ഇനി നമ്മളൊരു കൗൺസിലറായാൽ മതി. അതിന് നമുക്ക് നേരം വേണ്ടേ? നമുക്കിവിടെ ഇൻ്റർനാഷണൽ അഫയേഴ്സൊക്കെ നോക്കേണ്ടി നമ്മളല്ലേ അല്ലേ? സൗദി അറേബ്യയിലെ മൊത്തം കാര്യം ഇപ്പോൾ നമ്മളെ തലയിലല്ലേ? കുട്ടി പറയുന്ന കാര്യത്തിലെ സ്വകാര്യത. ഇപ്പം എന്താ കൗൺസിലറുടെ അടുത്തേക്ക് വരുന്നത്? എൻ്റെ അടുത്ത് പലരും വന്നിട്ടുണ്ടാവും, ഞാൻ ഇവിടെ ആരെയും പേര് പറഞ്ഞില്ലല്ലോ. സ്വകാര്യത നിലനിർത്തുക. അപ്പം നിങ്ങളെ കുട്ടി നിങ്ങളോടൊരു കാര്യം തുറന്ന് പറയണമെങ്കിൽ അതിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ അവനക്ക് ഉണ്ടാക്കണം. ആ സ്വകാര്യത, പ്രൈവസി നമ്മൾ നിലനിർത്തണം. 2, കുട്ടിയെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. ചില പാരൻസിനുള്ള തകരാറെന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു കൊല്ലം എന്തോ ഒരു തെറ്റ് കുട്ടി ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് സകല സമയത്ത് പിന്നെ മൊബൈൽ പോയി ചെക്ക് ചെയ്യണ പണിയാണ്. എന്താ ഉമ്മക്ക് പണി? അന്ന് ഞാൻ ഒരു ഇത് കണ്ടാണ് എൻ്റെ അടുത്ത്, അത് ഇനിയും ഉണ്ടോ നോക്കുകയാണ്. ഓനത് എന്നോ തൗബ ചെയ്ത് മാറിയിട്ടുണ്ടാവും. പിന്നെ ഉമ്മ പിന്നാലെ ഇങ്ങനെ ചൂട്ടും പിടിച്ച് നടക്കുക. ചെയ്യരുത്. ട്രസ്റ്റ് യുവർ ചിൽഡ്രൻ. കുട്ടികളെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം, കുറ്റപ്പെടുത്തരുത്. അതുപോലെ കളിയാക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. ചില കാര്യമൊക്കെ ഉണ്ടല്ലോ, ജിപ്പ് അത് ചെയ്തോന്ന് പറഞ്ഞിട്ട് കളിയാക്കലുണ്ടല്ലോ, അത് കുട്ടിയാ. കുട്ടികൾക്ക് തെറ്റ് പറ്റും. നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. നമ്മളതിൽ പെടൂലേ? നമ്മളൊക്കെ തെറ്റ് ചെയ്തില്ലേ? നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്. തെറ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം വന്ന് പിന്നെ പശ്ചാത്തപിച്ചാൽ വീണ്ടും അത് നമ്മൾ ചാർത്തരുത്.
അതുപോലെ സംസാരിക്കാനുള്ള ഫ്രീഡം മക്കൾക്ക് കൊടുക്കണം. തുറന്ന് സംസാരിച്ചോളൂ, ഞാൻ എന്നൊന്നും ചെയ്യില്ല, ആ വിശ്വാസം നമ്മളെക്കുറിച്ചില്ല. അതുപോലെ കുട്ടിക്ക് സങ്കടം ഉണ്ടാവും, എൻ്റെ സങ്കടപ്പാടായിട്ട് ഇഞ്ചി ഇങ്ങോട്ട് വരണ്ടാറിഞ്ഞ് ആട്ടി വിടരുത്. സങ്കടം പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം മോനെ. അതിനെന്താ വേണ്ടേ? എംപത്തറ്റിക് അപ്രോച്ചാണ് വേണ്ടി. എന്താ എമ്പതി എന്ന് പറഞ്ഞാൽ? ഒരാളോട് സഹാനുഭൂതിയോടുകൂടി കേൾക്കുക. ഇപ്പം ഞാൻ കരയുമ്പോൾ ഇപ്പം കരയണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ, കരയണ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ കരയാനുള്ള ഫ്രീഡം കൊടുക്കുന്നത്. നമ്മൾ ആ രീതിയിൽ പെരുമാറണം. അതുപോലെ ധാർമ്മിക മൂല്യം കണ്ടെത്താൻ സ്വയം സാഹചര്യം ഒരുക്കുക. മതപരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ CD-കളൊക്കെ കുട്ടികൾ കേൾക്കട്ടെ. അതുപോലെ കുടുംബ സാഹചര്യവും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കണം കുട്ടിയുടേത്. അതുപോലെ കുട്ടിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കാണാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇതാണ് അതിൻ്റെ പരിഹാരം. ഒരുപാട് നന്മ ഉണ്ടാവും നിങ്ങളെ കുട്ടികൾക്ക്. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ് തെറ്റിലേക്ക് പോവുക. അപ്പോൾ ആ കുട്ടിയിലെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കാണാൻ പഠിക്കണം. അതുപോലെ ഏത് സന്ദർഭത്തിലും നിങ്ങളുടെ കുട്ടിയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതതിനുള്ള പരിഹാരമാണ്. അതുപോലെ നല്ല പെരുമാറ്റം കുട്ടിയുടെ ഭാഗത്തുണ്ടാവുമ്പോൾ അതിനെ അഭിനന്ദിക്കണം. പഠനമൊക്കെ ഉഷാറായി എന്ന് പറയണം, പറയേണ്ട ഘട്ടത്തിൽ. അതുപോലെ കുട്ടിയുടെ ദിനപ്രവർത്തനങ്ങൾ, ദിനേനയുള്ള ചര്യകൾ ക്രമീകരിക്കാൻ നമ്മൾ സഹായിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും, ചില അങ്കലാപ്പുണ്ടാകും, സംശയങ്ങളുണ്ടാകും. അവിടെയൊക്കെ നമ്മൾക്ക് ഇടപെടാൻ സാധിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും കുട്ടിയെ നിങ്ങൾ ചീത്ത പേരുകൾ വിളിക്കാൻ പാടില്ല. റസൂൽ വിരോധിച്ചതാണ്. നാലുണ്ട് നമ്മൾ ചില പേരൊക്കെ വിളിക്കും, ആ പേരങ്ങോട്ട് ക്ലിക്കാവും, പിന്നെ ആ പേരുകൊണ്ട് ആ കുട്ടീനെ അറിയപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ, കുട്ടികളെ നിങ്ങൾ സ്വയം അറിയാനുള്ള ആ ഒരു അവകാശം കൂടി കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. സ്വയം മനസ്സിലാക്കുക, ഞാൻ ആരാണ്, എന്തെല്ലാമാണ് എൻ്റെ കഴിവുകൾ. സ്വയം ഒരു നല്ല മതിപ്പ് മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പല രക്ഷിതാക്കളും അതിൽ പിന്നിലാണ്. സ്വന്തം കുട്ടിക്ക് സ്വന്തം കഴിവുകളെ സംബന്ധിച്ച് ധാരണയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അനുകരിക്കാനും നോക്കാനൊക്കെ പോണത്. ഓരോ വ്യക്തിക്കും അവരുടേതായ കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വ്യക്തിബന്ധങ്ങൾ ആർജിക്കാനുള്ള കഴിവുകളുണ്ട്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ആശയവിനിമയം നടത്തുക, ഇപ്പം പ്രസംഗിക്കുക, എഴുതുക, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുക, ഇതൊക്കെ നിങ്ങളെ കുട്ടി ചെയ്യുമ്പോൾ വെൽ ഡൺ, ഉഷാറായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങൾക്ക് മത്സരിക്കും. നേരെ മറിച്ച് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരം കിട്ടാതെ വരുമ്പം കുട്ടി പിന്നോട്ട് പോകും. ഇനി രണ്ട് രീതിയിൽ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് പോവാം. ഒന്നുകിൽ നിങ്ങൾക്കുള്ള പ്രാഥമികമായ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് കരിയറാവാ, പഠനമാവാ, കൗൺസിലിംഗ് ആവാ, ഏത് വിഷയങ്ങളും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ അതിന് ഞാൻ മറുപടി പറയാം. അല്ല, കരിയർ പഠനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള മറ്റ് വിഷയങ്ങൾ പറയണമെങ്കിൽ ആ രീതിയിൽ ഞാൻ സംസാരിക്കും. നിങ്ങളാ പറയേണ്ടത്. സംശയം പിന്നെയാവും. ഓക്കെ. കരിയർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു നല്ല ജോലി, പഠനം. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം, പഠനത്തിൻ്റെ ലക്ഷ്യം സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ഇഹലോകത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ജോലി വേണം. 1963 അമേരിക്കയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂളിൽ കുറച്ച് ബിഹേവിയർ സയൻറ്റിസ്റ്റുകൾ ഒരു പ്രൈമറി സ്കൂളിൽ 5ാം ക്ലാസ്സിലുള്ള കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഭാവിയിൽ നിങ്ങൾക്ക് ആരാവണം എന്നുള്ളതായിരുന്നു. ഭാവിയിൽ നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ബിഹേവിയർ സയൻറ്റിസ്റ്റുകൾ ചോദിച്ച ചോദ്യം. കൂടെ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നത്? അത് വ്യക്തമായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതണം. കൂടെ തന്നെ ആ പേപ്പറിൽ നിങ്ങളുടെ മേൽവിലാസം, അഡ്രസ്സും എഴുതണം. ഈ അഡ്രസ്സ്, അവരുടെ ലക്ഷ്യം എന്താവണം എന്നൊക്കെ അവർ വ്യക്തമായി എഴുതി ഒരു കവറിലാക്കിയിട്ട് അവർ ഒട്ടിച്ചു. അത് വായിക്കാൻ മെനക്കെട്ടില്ല. ഏകദേശം 20 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെഴുതി തന്ന കവർ പൊട്ടിച്ചിട്ട് ആ
എഴുതിയ ആഗ്രഹങ്ങൾ സാധിച്ച ആളുകളുടെ ലിസ്റ്റ് അവർ അന്വേഷണ വിധേയമാക്കിയപ്പോൾ ആ കവറിൽ എഴുതിയിട്ടുള്ള 2 ആളുകൾ അവർ എഴുതിയിട്ടുള്ളതിനേക്കാൾ വലിയ പൊസിഷനിൽ എത്തിയതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. ഇത് പറയുന്നതിനുള്ള താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. ആഗ്രഹമുണ്ടോ അതിന് വഴിയുണ്ട്. അള്ളാഹിൻ്റെ തൗഫീക്ക് വേണം. ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ കൂടി അള്ളാഹിൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ഹാവ് ടു ഹെൽപ്പ് അവർ ചിൽഡ്രൻ ടു ഡിഫൈൻ ദെയർ ഗോൾ. കുട്ടികളെ അവരുടെ ലക്ഷ്യം നിർവചിക്കാൻ നമ്മൾ സഹായിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ബാധ്യതയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 2000-ഓളം പൈലറ്റുമാർ ജോലിയില്ലാതെ, പെർമനൻ്റായി ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. 2000-ഓളം പൈലറ്റുമാരെ കാര്യമാണ്. ഈ അടുത്ത് കോയമ്പത്തൂര് ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യാർത്ഥം ഞാൻ പോയപ്പോൾ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ പൈലറ്റിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. 19 ലക്ഷം രൂപ അയാൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ജോലിയായിട്ടില്ല. പല രക്ഷിതാക്കളും മക്കളെ കൊണ്ടുപോയി കോഴ്സിന് ചേർക്കും. തലയില്ലാത്ത തെങ്ങുമേ കയറണ മാതിരിയാണ്. 45-50 കൊണ്ടുപോയി ചേർക്കും. ഇത് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ഗൾഫുകാരായതുകൊണ്ട് പ്രത്യേകം പറയാണ്, സ്നേഹം കൊണ്ടാണ് പറയണത്. ഈ അടുത്ത് 35 കൊല്ലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു രക്ഷിതാവ്, നിങ്ങളെ അയൽവാസിയാണ്, സൗദി അറേബ്യയിലല്ല, MBBS-നാണ് കുട്ടി പഠിക്കുന്നത്. 35 ലക്ഷം കൊണ്ടുപോയിട്ട് ക്യാപിറ്റേഷൻ കൊടുത്തു. 1-ാമത്തെ വർഷം തന്നെ കുട്ടി ഫേസ്ബുക്കിൽ കൂടി ഒരു പയ്യനുമായിട്ട് പ്രണയം തുടങ്ങി. അതോടുകൂടി ഖലാസ്. ഇനി പറയണ്ടല്ലോ, ഇനി എന്താ കാട്ടുക അല്ലേ? ഈ രീതിയിലാണ് കുട്ടിയുമായിട്ട് വന്നത്. ഞാൻ വാപ്പനോടും ഉമ്മനോടും ചോദിച്ചു, ഇനി നിങ്ങളടുത്ത് പൈസ വേറെ വല്ലതും ഉണ്ടോ? 35 ലക്ഷേ. ഈ 18-19 വയസ്സുള്ള ഒരു കുട്ടിക്ക് 35 ലക്ഷം കൊടുക്കുമ്പോൾ അതിന് വേറെ നമ്മൾ ബ്ലാങ്ക് ചെക്കൊന്നും വാങ്ങയില്ലല്ലോ, അത് കൊടുക്കുന്നല്ലേ. നിങ്ങളാണ് പറയേണ്ടത്. പക്വതയില്ലാത്ത ഈ കുട്ടിക്ക് 35 ലക്ഷം കൊടുത്ത് നിങ്ങളാണ്, ഈ ബാക്കി കൊടുക്കാനും നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പ്രണയം തുടങ്ങിയത്. ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. അവർക്ക് പക്വതല്ല. ഏതെങ്കിലും ഒരാൾ പുഞ്ചിരിച്ചാൽ മതി, പിന്നെ അവൻ്റെ പിന്നാലെ പോവുകയാണ് നമ്മുടെ കുട്ടികൾ. അത് അന്യമതസ്ഥരാണോ എന്ന് നോക്കുന്നില്ല. ഈ അടുത്ത് BDS കംപ്ലീറ്റ് ചെയ്ത ഒരു പെൺകുട്ടി. ഇതൊക്കെ വസ്തുതകളാണ് ഞങ്ങളോട് പറയുന്നത്. പ്രണയം പൂവിട്ടു, ഒരന്യമതസ്ഥനുമായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് നേരിട്ട് പോവാ ഒരു ഗൾഫ് രാജ്യത്തിലേക്ക്. പാപ്പനോട് ഉമ്മനോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. മനസ്സിലാവുണ്ടോ നിങ്ങൾ? പിന്നെ കക്ഷി വിദേശത്തെത്തിയതിന് ശേഷമാണ് വാപ്പ മേലോട്ട് വെക്കുന്നത്. ഇങ്ങനത്തെ മക്കളാണെന്നുള്ളത്. BDS-നും MBBS-നും ഒക്കെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ ആദ്യം ഞങ്ങളൊരു 2 കൊല്ലം മതപഠനം നടത്തി കൊടുക്കുക. അത് നമ്മളെ ബാധ്യതയാണ്. എന്നാൽ പിന്നെ നമുക്ക് കുറ്റല്ല. ഇത് മതപരമായിട്ടുള്ള അറിവ് കൊടുക്കാതെ നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അവർ തലതിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നമ്മൾ അതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കണം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സ്വന്തം താല്പര്യം നമ്മൾ പരിഗണിക്കണം. കുട്ടീൻ്റെ താല്പര്യം, കുട്ടിക്ക് താല്പര്യമില്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മളവരെ നിർബന്ധിക്കരുത്. പഠിക്കേണ്ട വാപ്പിയല്ല അമ്മിയല്ല, പഠിക്കേണ്ട കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യമുള്ള വിഷയമാണോ എന്ന് നോക്കുക. കുട്ടിയുടെ അഭിരുചി, ആ വിഷയത്തിൽ കണക്കിന് അഭിരുചിയുള്ള കുട്ടികളുണ്ടാകും, ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളുണ്ടാവും. അവരെ നിങ്ങൾ ലാംഗ്വേജ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, എവിടെ എത്തൂല. മെഡിസിന് ഒരു താല്പര്യമില്ലാത്ത കുട്ടീനെ കൊണ്ടുപോയി മെഡിസിൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടിയുടെ താല്പര്യം, അഭിരുചി, പഠനശേഷി, പഠിക്കാൻ വലിയ കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല. ചില രക്ഷിതാക്കളൊക്കെ 4-ാമത്തെ 5-ാമത്തെ സെമിസ്റ്റർ കഴിയുമ്പോഴാണ് കുറേ പേപ്പർ കൂട്ടി തോറ്റിട്ടുണ്ടാവും.
അപ്പോഴേക്ക് ഏകദേശം നല്ലൊരു പൈസ ക്യാപിറ്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. എന്താണ്? കുട്ടിക്ക് കണക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് അപ്പോഴാണ് കണ്ടെത്തുന്നത്. മാത്തമാറ്റിക്സിൽ വീക്കായ ഒരു കുട്ടിയെ ഒരിക്കലും കൊണ്ടുപോയിട്ട് എൻജിനീയറിംഗ് ചേർത്തിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഉള്ള ഒരു മേഖല എൻജിനീയറിംഗ് ആണ്. കോഴ്സിന് ചേരുന്ന എല്ലാവരും കാണുന്നുണ്ട്, ഇറങ്ങിപ്പോരുന്ന ആരും കാണുന്നില്ല. ഈ അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലർ ഒരു പരിപാടിയിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഉള്ളത് എൻജിനീയറിംഗ് മേഖലയിലാണ്. കയറുന്ന കുട്ടികൾ മുഴുവൻ പാസ്സാവില്ല. 19% പുറത്തേക്ക് പോകുന്നു. തോറ്റുകൊണ്ടാണ് പുറത്തു വന്ന്. അതുപോലെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, MBBS ചേർക്കുന്നതിന് മുമ്പ് കുടുംബത്തിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടോ എന്നുള്ള ആലോചിക്കണം, പ്ലാൻ ചെയ്യണം. അതുപോലെ ചില കോഴ്സിന് ഉപരിപഠന സാധ്യത ഉണ്ടാവില്ല. ഈ അടുത്ത് എൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു കുട്ടി, ഇപ്പോഴും അയാൾ ഗൾഫിലാണ്, ജോലി അന്വേഷിക്കുക. ചേർത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ്. പേരൊക്കെ കേട്ടാൽ ഞെട്ടി തെറിച്ചു പോകും. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിംഗ് കോഴ്സിൻ്റെ 1ാമത്തെ വർഷം തന്നെ കുട്ടിക്ക് ബോധ്യമായി അത് ഡിഗ്രിയും അല്ല ഡിപ്ലോമയും അല്ല, ഒന്നുമല്ല. മനസ്സിലായുണ്ടോ? 5 ലക്ഷം രൂപ ഏകദേശം ക്യാപിറ്റേഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ വേറെയും ചിലവ്. എന്നിട്ടിപ്പോൾ തേരാപാര നടക്കുക. നമ്മൾ ചിന്തിക്കണം, ഉപരിപഠനത്തിന് സാധ്യതയുണ്ടോ, ജോലി സാധ്യതയുണ്ടോ നമ്മൾ അന്വേഷിക്കണം. അതുപോലെ ചില കോഴ്സിൻ്റെ ദൈർഘ്യം, എത്ര കൊല്ലം പഠിച്ചാൽ ആ കുട്ടിയാണെങ്കിൽ ജോലി കിട്ടുക? ചിലവർക്ക് പെട്ടെന്ന് ജോലി വേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ കൊല്ലം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സ് തിരഞ്ഞെടുക്കണം. ചിലർക്ക് ദീർഘകാലം പഠിക്കാൻ സാധിക്കും. അതുപോലെ സർക്കാർ സർവീസിൽ ജോലി സാധ്യതയുണ്ടോ നമ്മൾ അന്വേഷിക്കണം. തിരുവനന്തപുരം, കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ മിടുക്കന്മാരാണ്. ഐ അപ്രീസിയേറ്റ് ദം. കാരണം ഒരു കുട്ടീനെ അവർ തലയില്ലാത്ത ഒരു കോഴ്സിന് ചേർക്കില്ല. കോഴ്സിന് ചേർക്കുമ്പോൾ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അതിന് തയ്യാറെടുക്കാൻ വേണ്ടി പറയും. നമ്മളോ എന്തിനാ പഠിക്കുന്നത്? SSLC. ഇനി എന്താ? പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ? ബികോം കഴിഞ്ഞിട്ട് എന്താ? എം കോം കഴിഞ്ഞിട്ട് എന്താ? KSRTC. എന്നാൽ പിന്നെ ആദ്യം തന്നെ KSRTCക്ക് പോയാൽ പോരെ? ഇത് MCOM കഴിയാൻ കാത്തിക്കണോ? തലല്ലേ നമുക്ക്. ഇങ്ങോട്ട് അവസാനം കാണാം ഗൾഫിക്ക് ചാടുന്നു അല്ലേ? ഇതാദ്യം ചെയ്താൽ മതി. അതുകൊണ്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ അന്വേഷിക്കണം. അതുപോലെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ പഠിക്കാൻ പറ്റാത്ത ചില കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ആർമി, സൈന്യത്തിൽ സേവനത്തിന് പോകുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൺപെൺ വ്യത്യാസം ഇന്നിപ്പോൾ അതില്ലല്ലോ. ആണിൻ്റെ വേഷം കെട്ടാനാണ് ഇപ്പോൾ പെണ്ണ് ഒരുമ്പെടുന്നത്. പെണ്ണിനോട് കുടുങ്ങിയാണ്. ഞാനതിന് സാധാരണ പറയുന്ന ഒരു ഉപമുണ്ട്. കഥ ഒന്നുമില്ല എങ്കിലും ഒരു ഉപമയായിട്ട് പറയുകയാണ്. ഇനി അത് ഉദ്ധരിക്കാൻ നിൽക്കണ്ട. ഒരു കുടത്തിലൊരു ഭൂതമുണ്ടെന്ന് വിചാരിക്കുക. ഒരു വലിയ ഭരണി, ആ ഭരണിയിൽ ഒരു ഭൂതമുണ്ട്. ആ ഭൂതത്തിനെ പുറത്തേക്ക് വിട്ട് ഇപ്പം ആ ഭൂതത്തിനെ ആ കുപ്പിക്കൻ അടക്കാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞു. വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദേ ഓവർടുക്ക് us. മനസ്സിലായില്ല? വിദ്യാഭ്യാസം അങ്ങ് കൂടിയപ്പോൾ റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നുള്ളത് മാറ്റേണ്ടി വരിക. ഇപ്പോൾ ദേ കൺട്രോൾ us. അവർ നമ്മളെ കൺട്രോൾ ചെയ്യൽ തുടങ്ങി. ഇതുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൻ്റെ ചെയർമാൻ പുരുഷൻ തന്നെയാണ്, അത് പെണ്ണല്ല. പെണ്ണ് എവിടെയൊക്കെ സ്ഥാനത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ചെയർമാൻ ആണ് തന്നെയാണ്. അവിടെയാണ് അതിൻ്റെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ഫെമിനിസ്റ്റുകൾ എന്ത് പറഞ്ഞാലും ശരി. കാരണം ആണിൻ്റെ ആ ഒരു മികവ് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ആണിന് ബദൽ 2 പെണ്ണിനെ സാക്ഷി നിർത്തൂലല്ലോ അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സ്ഥാപനത്തിൻ്റെ ഗുണനിലവാരം. ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ധാർമ്മികമായ നിലവാരമുണ്ടോ? നിസ്കരിക്കാൻ കുട്ടിക്ക് പറ്റുമോ? വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ അന്വേഷിക്കണം. ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്തിട്ട് കുരിശ് വരക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിട്ടുകൊടുക്കുന്ന മുസ്ലിം നാമധാരികൾ ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? എന്നിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അതിന് മറുപടി പറയണ്ട, എന്നെ കുരിശ് വരപ്പിച്ചതിന്. വാപ്പ ചിന്തിക്കണം, അവിടെ കുരിശ് വരക്കും,
അവിടെ ഇസ്ലാം ദീനല്ല പഠിപ്പിക്കുക. അതുകൊണ്ട് മക്കളെ മതപരമായിട്ടുള്ള നിഷ്ഠയോടുകൂടി ഭൗതികമായിട്ടുള്ള ഉന്നതങ്ങളിലേക്ക് വിദ്യാഭ്യാസം നടത്താൻ നമുക്ക് സാധിക്കണം. മതം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ഫോർ ഇസ്ലാം, ബിക്കോസ് വി ആർ മുസ്ലിംസ്. നമ്മൾ മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പരിഗണന ഇസ്ലാമിന് കൊടുക്കുക. എന്നിട്ട് ഫിസിക്സ് പഠിപ്പിച്ചോളൂ, മെഡിസിൻ പഠിപ്പിച്ചോളൂ, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചോളൂ. കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും, സ്വർഗത്തിലേക്ക് ഉണ്ടാവും. നേരെ മറിച്ച് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാധാന്യം നൽകി മതപരമായ വിഷയത്തിന് ഒട്ടും പ്രാധാന്യം നൽകാത്ത അവസ്ഥയിലേക്ക് നാം പോയി. അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കഷായം കുടിക്കുമ്പോൾ കുറച്ച് കഴിക്കും, മുറുമുറുപ്പുണ്ടാവും. ഞാൻ അത് പറയുമ്പോൾ പ്രയാസം ചിലർക്കുണ്ടാവും, പക്ഷെ പറയാക്കാൻ പറ്റൂലല്ലോ. ഒരു വ്രണം വന്നു, സർജറി ചെയ്യേണ്ട ഒരു കേസാണ്. ഡോക്ടർ സർജറി എന്തിനാ ചെയ്യുന്നത്? കേസ് സർജറി ചെയ്താലേ നന്നാവുള്ളൂ. മുസ്ലിം സമൂഹത്തിൽ ചില ക്യാൻസറുകൾ വന്നിട്ടുണ്ട്. ആ ക്യാൻസർ മാറണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ചികിത്സ നമ്മൾ കൊടുക്കണം. അതുപോലെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ചില കോഴ്സൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം എത്രയാണ്? 5000 രൂപ, 6000 രൂപ. എത്ര പോയാലും എവിടെ പോയാലും അത്ര തന്നെ കിട്ടുള്ളൂ. എന്നാൽ ചില കോഴ്സിന് വിപണന മൂല്യമുണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ട്. കാരണം 5000 6000 രൂപ ഇന്നത്തെ കാലത്ത് ശമ്പളം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റൂല. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാലറി എന്തായിരിക്കും, ഏത് മേഖലയിലാണ് ആ ജോലി ചെയ്യേണ്ടി വരിക, അത് ചെയ്യാനുള്ള താക്കത്ത് കഴിവെനിക്കുണ്ടോ, ക്ഷമ എനിക്കുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരിയർ ആസൂത്രണം ചെയ്യുമ്പോൾ കരിയറിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നമുക്ക് വേണം. ഡോക്ടർ എന്ന് പറയുമ്പോൾ പല കുട്ടികളും പറയും ഐ വാണ്ട് ടു ബി എ പൈലറ്റ്, ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. എല്ലാവരും ഡോക്ടറാണ്, എല്ലാവരും പൈലറ്റായിട്ട് പഠിക്കണു. അപ്പോൾ കുട്ടി ആഗ്രഹം പറയാണ്. ഡ്രൈവർമാരെ മക്കൾ പറയും ഐ വാണ്ട് ടു ബി എ ഡ്രൈവർ. കണ്ടക്ടർമാരെ മക്കൾ പറയും ഐ വാണ്ട് ടു ബി എ കണ്ടക്ടർ. അങ്ങനെ ഓരോരുത്തർ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു, വെറുതെ പറയുകയാണ്. അതിനെക്കുറിച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും കൃത്യമായി അപഗ്രഥിച്ചിട്ടല്ല പറയുന്നത്. എന്നാൽ ഒരു കരിയർ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും വിശകലനം നടത്തണം. 2, കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുകയും കഴിവുകേടുകൾ ഏതൊക്കെ വിഷയത്തിലാണെന്നുള്ള അന്വേഷിക്കണം. ഇപ്പോൾ ഒരാൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് കാര്യമല്ല. മൂപ്പർക്ക് മര്യാദക്ക് സംസാരിക്കാനുള്ള കഴിവ് വേണം, ക്ലാസ് എടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി വേണം, അതിനുള്ള കറേജ് വേണം, റീഡിങ് ചെയ്യാനുള്ള താല്പര്യം വേണം. പുസ്തകയെ തൊട്ട് നോക്കൂല, സംസാരിക്കാനേ വായ തുറക്കൂല. മൂപ്പരെ ടീച്ചറാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ കഷ്ടകാലം എന്നുള്ളതല്ലാതെ എന്താ? TTCക്കൊക്കെ ചില കുട്ടികളെ നേർച്ച ചെയ്യാറുണ്ട് നമ്മളെ കൗമ്. ഈ അടുത്ത് PSMO തിരൂരങ്ങാടിയിൽ ടീച്ചർ ട്രെയിനിങ്ങിന് ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു, ടീച്ചറാവാൻ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഉള്ള എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട് ചോദിച്ചപ്പോൾ ഒരു 30-40% എണീറ്റു. ബാക്കിയുള്ളവരൊക്കെ ഭർത്താവ് നിർബന്ധിച്ചിട്ട് പോകുന്നവരും വേറെന്തോ കാരണങ്ങൾ കൊണ്ടൊക്കെ കോഴ്സിന് വന്നവരാണ്. ഇങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. കാരണം ഓർക്കൊരു താല്പര്യമില്ല. സ്ത്രീകൾക്കാണെങ്കിൽ ജോലി കിട്ടണം, 5000-4000 രൂപ ശമ്പളം കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊന്നുമില്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ദേ ആർ എ ബർഡൻ ഫോർ ദി കമ്മ്യൂണിറ്റി. അവർ നമ്മുടെ സമുദായത്തിന് എന്താണ്? ഭാരമാണ്. അതുകൊണ്ട് ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ താല്പര്യം പ്രധാനമാണ്. അതുപോലെ മാതാപിതാക്കൾ ഉത്കൃഷ്ടമായി സംസാരിക്കുന്ന കരിയർ മക്കളെ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പം അറബിക് കോളേജിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ അറബിക് കോളേജിലപ്പോൾ പോണേ ടീച്ചേഴ്സും ഉണ്ട് അങ്ങനത്തെ. അറബിക് കോളേജിൽ കംപ്ലീറ്റ് A+ കിട്ടി ഒരു കുട്ടിയെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഒരു ഉസ്താദ് ചോദിക്കുകയാണ്, ഫുൾ A+ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇങ്ങനത്തെ അധ്യാപകരെയാണ് ആദ്യം അവിടുന്ന് പുറത്താക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തിക്കോളി. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ സംബന്ധിച്ച് ഉത്കൃഷ്ടമായ ആ ഒരു ബോധമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ചെയ്യുക? അതൊക്കെ ഇത് അധ്യാപകർക്ക് വേണം. അപ്പോൾ അറബിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ലോകത്ത് ഇത്രയധികം പദവിയുള്ള ഒരു ഭാഷ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് സൗദി അറേബ്യ തന്നെ വന്നിട്ട് നിൽക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങളോട് ഞാനത് പറയേണ്ടതില്ല. കേരളക്കാർക്ക് അത് ബോധ്യമാവില്ല, കാരണം അറബി മുൻഷിയായിട്ടേ
സാധാരണ ഒരു തമാശ പറയുന്നുണ്ട്, അല്ല മാഷ നിങ്ങൾ ശരിക്കുള്ള മാഷാണ് അറബി മാഷാണോ? അറബി മാഷന്മാരങ്ങനെ ആയിട്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ വളരെ ഉത്കൃഷ്ടമായിട്ട് ഖുർആനെക്കുറിച്ചും അറബി ഭാഷയെക്കുറിച്ചും അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയും, ഐ വാണ്ട് ടു ബി എ സ്കോളർ, ഞാനൊരു സ്കോളർ ആയിക്കോളാം, ഞാൻ ഒരു പണ്ഡിതയായിക്കോളാം. നമ്മൾ മക്കളോട് ഇന്ന് വരെ അങ്ങനത്തെ വല്ല സംസാരം നടത്തിയണോ? റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഉപകരിക്കുന്ന അറിവ് നൽകണമേ എന്നുള്ള പ്രാർത്ഥന രക്ഷിതാവിൻ്റെ വായന്നുണ്ടാവണം. അപ്പോഴേ കുട്ടി പഠിക്കുകയുള്ളൂ. ഖുർആൻ കുട്ടി കേൾക്കണം. ആ ഖുർആനോടുള്ള സ്നേഹം ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുണ്ടാവണം. കുട്ടി ചെറുപ്പത്തിൽ തന്നെ, പ്രഗ്നൻസി പീരീഡിൽ തന്നെ കുട്ടി എന്താ കേൾക്കുന്നത്? അടിപൊളി സിനിമാ ഗാനങ്ങൾ. ഡോക്ടർ പറയും ഉമ്മനോട് റെസ്റ്റ് എടുക്കാൻ. റെസ്റ്റ് എടുക്കുകയാണ്, കാലും നീട്ടിയിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ ഉമ്മ കേൾക്കണ എന്താണ്? പോപ്പ് മ്യൂസിക്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് ഈ പിന്നെ മ്യൂസിക്. അപ്പോൾ പുറത്ത് വരുമ്പോൾ പിന്നെ ആ മ്യൂസിക് തന്നെ പുറത്തുണ്ടാകും, അമ്മക്കൊന്നാട് കൊടുക്കും. മനസ്സിലായില്ല ഖുർആനായത്തിൻ്റെ വിശദീകരണം? അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നമ്മൾ പോകരുത്. എത്ര രക്ഷിതാക്കൾ സ്വന്തം മക്കൾക്ക് ഈ വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കുന്നുണ്ട്? ഗർഭിണിയായിരിക്കുന്ന സമയം വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന എത്ര ഗർഭിണികളുണ്ട്? നമ്മളാരും കേട്ടിട്ട് തന്നെയല്ല. അങ്ങനെയുള്ള പാഠങ്ങളാണ് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ചെറിയ സങ്കല്പമല്ല ഉണ്ടാവേണ്ടത്, വലിയ സങ്കല്പമാണ്, വലിയ സ്വപ്നം വേണം. സ്കൈ ഈസ് ദി ലിമിറ്റ് എന്ന് പറയാറുണ്ട്. ആകാശമാണ് നമ്മുടെ സ്വപ്നത്തിൻ്റെ അതിർത്തി. കുട്ടി വലുത് സ്വപ്നം കാണട്ടെ. വാട്ട് യു വാണ്ട് ടു ബി എന്ന് പറയുമ്പോൾ ചില ഇതൊന്നും ഇപ്പോൾ അതാവൂല, ഇജാപ്പതാവണ്, ഈ രീതിയിൽ കളിയാക്കാറുണ്ട്. രക്ഷിതാക്കളും കളിയാക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടി ഭാവനയുടെ ലോകത്താണ്, അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ സഹായിക്കുക. അതുപോലെ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ താല്പര്യമുള്ള മേഖലയിലെ വിവിധ സ്ഥാപനങ്ങൾ അറിയണം. കോഴ്സിനും സ്ഥാപനത്തിനും യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് പോലെയുള്ള ബന്ധപ്പെട്ട കൗൺസിലിൻ്റെയൊക്കെ അംഗീകാരം ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കോഴ്സൊക്കെ പൂർത്തിയാക്കി പോരുമ്പോഴാണ് അന്വേഷിക്കുന്നത് കോഴ്സിന് അംഗീകാരം ഉണ്ടോ അല്ലേ എന്നുള്ളത്. ആ സർട്ടിഫിക്കറ്റിന് എന്ത് വാല്യൂവാ? ബാംഗ്ലൂരിലേക്കും കോയമ്പത്തൂരിലേക്കൊക്കെ അങ്ങോട്ട് കയറും. കുട്ടി പറയും ഞാൻ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ വാപ്പ എന്നാൽ പോയിക്കൂട് മോനെ. എന്താ അവിടെ ബാംഗ്ലൂർ നടക്കണതൊന്നും വാപ്പ അന്വേഷിച്ചില്ല. കാരണം വാപ്പ ദമാമിലല്ലേ. ബാംഗ്ലൂർ നടക്കണത് കുട്ടിക്കറിയോ? വാപ്പക്കറിയോ? രണ്ടാൾക്കും അറിയില്ല. അപ്പോൾ മോന് തിരഞ്ഞെടുക്കുന്ന കോഴ്സിനുള്ള പ്രാധാന്യം എന്താ വെച്ചാൽ ഓൻ്റെ ക്ലാസ്മേറ്റ് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. അപ്പോൾ ഓനും കൂടി അങ്ങോട്ട് പോയി. ബാംഗ്ലൂർ നന്നായിട്ട് പഠിച്ചു. പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ നന്നായിട്ട് പഠനം നടന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി പറയണ്ടല്ലോ, മനസ്സിലാവുണ്ടല്ലോ. അങ്ങനത്തെ പഠനമാണ് നടക്കുന്നത്. അങ്ങനത്തെ സ്ഥാപനങ്ങളുമാണ് അവിടെ ഉള്ളത്. അതുപോലെ സ്ഥാപനത്തിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ചരിത്രം. എത്ര ആളുകൾ അവിടുന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വന്നു, അവരിന്ന് ജോബ് പ്ലേസ്മെൻറ്റിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അലങ്കരിക്കുന്ന സ്ഥാനങ്ങൾ എവിടെ, ഇതൊക്കെ ഒന്ന് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അന്വേഷിക്കണം. അതുപോലെ ആ സ്ഥാപനത്തിന് വേണ്ടത്ര സ്റ്റാഫുണ്ടോ, ലാബുണ്ടോ, കമ്പ്യൂട്ടർ സൗകര്യങ്ങളുണ്ടോ, അന്വേഷിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അതുപോലെ മുൻ ബാച്ചിലുള്ള കുട്ടികൾ സർക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ടോ, എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് വിശ്വസ്തരാണോ, അവിടുത്തെ ഫീസ് എത്രയാണ്, വല്ല സ്കോളർഷിപ്പുകളും കിട്ടുന്നുണ്ടോ, ഹോസ്റ്റൽ ഫെസിലിറ്റി തൃപ്തികരമാണോ, ആണും പെണ്ണും ഇടകലർന്നുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയാണോ, ലൈക്ക് JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ പോലെ. ചിലവരൊക്കെ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ മിക്സഡ് ഹോസ്റ്റൽ മതി എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം. അതുപോലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനുള്ള സാധ്യത. ഇന്ത്യയിൽ ഇഷ്ടംപോലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ എന്നിട്ട് ക്യാപിറ്റേഷൻ കൊടുത്തിട്ട് കുട്ടികളെ കോഴ്സിന് പറഞ്ഞേക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ ദയവായിട്ട് മക്കൾക്ക് ക്യാപിറ്റേഷൻ കൊടുക്കാൻ അത് കൊടുക്കരുത്. അവരോട് പറയാ നല്ല മാർക്ക് വാങ്ങിയിട്ട് നീ കോഴ്സിൽ സ്ഥാനം പിടിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്പർ 1 സ്ഥാപനമാണ് ഇന്ത്യയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ നമ്മൾ മക്കൾ പഠിക്കട്ടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെ പഠിക്കട്ടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അവിടെ പഠിക്കട്ടെ. അവിടെ ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും.
എന്നിട്ട് 100ഉം 60ഉം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സീറ്റ് വാങ്ങുകയാണ്. ആ കുട്ടി എവിടെയും എത്തൂല. കാരണം എന്താണ്? നല്ല പൈസക്കാരുടെ മക്കൾ ആ പണം എങ്ങനെ സമ്പാദിച്ചു എന്ന വാല്യൂ നേരത്തെ 35 ലക്ഷത്തിൻ്റെ കഥ പറഞ്ഞതുപോലെയാണത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കറിയാലോ, ഒരു കമ്പനി നിങ്ങളെ ആ പോസ്റ്റിൽ നിലനിർത്താൻ അടിസ്ഥാനപരമായിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സ്, ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിലൊന്നെന്താ? വെർബൽ കമ്മ്യൂണിക്കേഷൻ. ശരിക്കും ആശയം പറഞ്ഞ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മളെ കുട്ടിക്ക് ഉണ്ടാവണം. കുറേ പഠിച്ചിട്ടൊരു കാര്യമില്ല, ആ പഠനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ പറ്റണം. അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണം. 2, ടീം വർക്ക്. കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ടീം വർക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഒരു ടീം വർക്കിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഈ പ്രോഗ്രാം അങ്ങനെ ഉണ്ടായത്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ടീം വർക്ക് അനിവാര്യമാണ്. അപ്പം നമ്മളുടെ മക്കൾക്ക് ആ ഒരു സ്കില്ലുണ്ടോ ടെസ്റ്റ് ചെയ്യും. അതുപോലെ കമേഴ്ഷ്യൽ അവെയർനെസ്, വാണിജ്യപരമായിട്ടുള്ള ബോധം. വാട്ട് ഈസ് ഗോയിങ് ഇൻ അവർ കൺട്രി, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ എന്തൊക്കെയാണ്, പത്രത്തിൽ നടക്കുന്നതും ടി വിയിൽ നടക്കുന്നതും അതിനൊക്കെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അതുപോലെ അനലൈസിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ്, അപഗ്രഥനം നടത്താനും അന്വേഷണം നടത്താനും നമുക്ക് സാധിക്കണം. ആ ഒരു ശേഷി, അപഗ്രഥന ശേഷി, ആ ഒരു ശേഷി മക്കൾക്കുണ്ടായാലേ ഉന്നതമായ ജോലി കിട്ടുകയുള്ളൂ. അതുപോലെ ഇനീഷ്യേറ്റീവ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. ഒരു സംരംഭം പുതുതായി തുടങ്ങുക, എന്തെങ്കിലും ഒരു പണി തുടങ്ങിയാൽ അതിൻ്റെ പിന്നാലെ കൂടാൻ ഒരുപാട് ആളുണ്ട്. ഇപ്പം നോക്കുകൊണ്ട് ഈ പ്രോഗ്രാം കൂടെ സംഘടിപ്പിക്കാൻ വിയർപ്പ് ഒലിപ്പിച്ചിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള 1, 2, 3, 4 വ്യക്തികളുണ്ടാവും. ബാക്കിയുള്ളവരൊന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ തലേന്നാണ് അത് ഉണ്ടാവുന്നത്. അവരാണ് അതിന് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്കില്ല് ജോലി വാങ്ങിത്തരാൻ അനിവാര്യമായും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഇനീഷ്യേഷൻ, തുടക്കടുക. കാരണം ആ തുടങ്ങിയ ആൾക്കാർക്കും അതിൻ്റെ റിസ്ക് ഉണ്ടാവുക. മറ്റൊന്ന്, ഒരു ഏർജ് ഉണ്ടാവണം, മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവണം. അത് വിജയിച്ചേ ഞാൻ അടങ്ങൂ. ഈ പ്രോഗ്രാം ഇവിടെ നടത്തി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ നടത്തിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു വാശി. ആ വാശി ഉണ്ടാവുമ്പോൾ ഏത് സംരംഭവും പൂർത്തീകരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളുടെ പല കുട്ടികളും കോഴ്സ് പൂർത്തിയാക്കാത്തത്? കുട്ടിക്ക് കോഴ്സ് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഏർജ് ഇല്ലാത്തതാണ് കാരണം. മറ്റൊന്ന്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പല കുട്ടികളോടും ഒരു ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു നോക്കിയേ. MA ഇംഗ്ലീഷ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ഒരപേക്ഷ മര്യാദക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വീക്കാണ്. അപ്പം നമ്മുടെ കുട്ടികളെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണം. ഹൗ ടു മേക്ക് എ ബയോഡാറ്റ. ഒരു ബയോഡാറ്റ എങ്ങനെ ഉണ്ടാക്കാം, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ എഴുതാം, ഒരു പത്രത്തിലേക്ക് എങ്ങനെ കത്തെഴുതാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർഗനൈസിങ് കപ്പാസിറ്റിയാണ്. നമ്മുടെ മക്കൾക്ക് ആ ഓർഗനൈസിങ് സ്കില്ല്, സംഘാടനം, പ്ലാനിങ്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഒലക്ക വിഴുങ്ങിയതുപോലെ ആവരുത്, ഫ്ലെക്സിബിൾ ആവണം, റിജിഡ് ആവാൻ പാടില്ല. ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു മയത്തോടു കൂടി ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞത്. ഏത് ജോലിയിലും ചിലപ്പോൾ താഴേണ്ടി വരും, ചിലപ്പോൾ ഉയരേണ്ടി വരും. ആ ഒരു ഫ്ലെക്സിബിൾ ക്യാരക്ടർ ആവാൻ സാധിക്കുക. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ടൈം മാനേജ്മെൻറ്റ് ഏതൊരു എംപ്ലോയിക്കും ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് ടൈം മാനേജ്മെൻറ്റ്. പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയത്ത് തുടങ്ങാൻ നമുക്ക് സാധിക്കുക തന്നെ വേണം. എന്നത് സാധിക്കില്ല. കേരളത്തിലൊക്കെ അത് സാധിക്കൽ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ അവിടെ നിന്നാണല്ലോ വരുന്നത്, അതുകൊണ്ട് പറയാണ്. പണ്ട് നമ്മൾക്ക് സമയമല്ലേനി, സമയം പാലിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അതിലേക്ക് നമുക്ക് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, നെഗോഷിയേറ്റിംഗ് ആൻഡ് പെർസ്യൂഡിങ്. ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുഷാവറ വേണ്ടി വരും. മുഷാവറ അനിവാര്യമായിട്ട് വേണം. ചിലപ്പോൾ എന്ത് വേണം, രമ്യതയിലേക്ക് എത്തേണ്ടി വരും. ചില ആളുകൾ ഈ പെടലക്ക് പുറത്തായിട്ടുണ്ടാവും, കൊന്ത്രമ്പല്ല് മാതിരി ഉണ്ടാവും. ചില ആളുകൾ ഒന്നിലും സഹകരിക്കില്ല, എല്ലാറ്റിനും കുറ്റം കണ്ടെത്തിക്കൊണ്ട് ചില ആളുകളുണ്ടാവും. ലൈക്ക് ഹീറാമുട്ടീസ്. നമ്മളങ്ങനെ ആവരുത്. അതിനൊക്കെ കഥകൾ പറയാനുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ നേരല്ല. അതുപോലെ സെൽഫ് അവെയർനെസ് വേണം. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നത്,
എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്. ഞാൻ ഇപ്പോൾ ദീനാട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നായിട്ട് പിന്നെ ഒന്നും ആവുന്നില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ചിലവർക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ, നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താവുക, ഒന്നും ആവില്ല, വേറൊരാൾ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ സെൽഫ് അവെയർനെസ് വേണം. അതാണ് എംപ്ലോയബിലിറ്റിയുടെ മറ്റൊരു ക്വാളിറ്റി. മറ്റൊന്ന് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം. പക്ഷെ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്. ആത്മവിശ്വാസം വേണം, ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. ഫ്ലൈറ്റിൽ പോരുന്ന സമയത്ത് പൈലറ്റിന് കോൺഫിഡൻസ് മിസ്സായി നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ എയർപോർട്ടിലെത്തിയേ. നേരെ മറിച്ച് മൂപ്പർക്ക് കോൺഫിഡൻസ് ഡിഫിഡൻസായി മാറിയാലോ വിമാനം അങ്ങോട്ട് ഏത് കാട്ടുകാ പോവുക, അള്ളാഹു ആലം. അതുകൊണ്ട് ലൈഫ് ലോങ് ലേണിംഗ്, മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതൊരു ക്വാളിറ്റിയാണ്. ചിലവരൊക്കെ മാഷ് ആണവരെ പഠനം ഉണ്ടാവും, മാഷ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ നിർത്തിവെച്ച്. കാരണം ശമ്പളം കിട്ടൽ തുടങ്ങിയല്ലോ, ശമ്പളം കിട്ടൽ തുടങ്ങിയാൽ പിന്നെ പഠനമൊക്കെ നിർത്തിവെച്ച്, ഇപ്പോൾ ഒക്കെ നിർത്തി. അങ്ങനെ ആവരുത്. ലൈഫ് ലോങ് ലേണിംഗ്. മറ്റൊന്ന് സ്ട്രെസ് ടോളറൻസ്. ഇപ്പം ഈ പ്രോഗ്രാം നടത്തിയ ആളുകൾക്ക് ഒരുപാട് വിമർശനങ്ങൾ വരും. നടത്തിയത് കൊണ്ട്, നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു വിമർശനം വരില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം വരുമ്പോഴേക്ക് ബേജാറാവരുത്. സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടി അക്വയർ ചെയ്യണം. ക്രിറ്റിസിസം, ഇഫ് ഇറ്റ് ഈസ് ക്രിയേറ്റീവ്, അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ വെൽക്കം ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ മൈൻഡ് ചെയ്യും വേണ്ട. അതിനുള്ളൊരു മനസ്സ് വേണം. അത് കുറേ കേട്ട് പിന്നെ അങ്ങോട്ട് തഴങ്ങും. അത് ഒരു ചൊല്ലുണ്ട്, നോ വൺ ക്യാൻ ഇൻസൾട്ട് യു വിത്തൗട്ട് യുവർ പെർമിഷൻ എന്നാ. ഒരാൾക്കും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റൂല നിങ്ങളുടെ അനുവാദം കൂടാതെ. ആളുകൾ അങ്ങനെ പറഞ്ഞോട്ടെ, കുറ്റം അങ്ങനെ പറഞ്ഞോട്ടെ. ആ കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിന് കൊടുക്കേണ്ട നിർദ്ദേശം എന്താണ്? എന്തോരു മദ്ഹാണ് ഓരിനെ കുറിച്ച് പറയുന്നത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബർക്കത്ത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ആ നന്മ കൊണ്ട് ഒരുപാട് നന്മ കൂടെ പ്രചരിക്കല്ലേ. എന്നിട്ടും എല്ലാവരും തെറിഞ്ഞാൽ കേൾക്കുന്നുണ്ടല്ലോ. ചില പ്രവർത്തകരുടെ സങ്കടമാണത്. എന്നാലും അവൻ മനസ്സിലാക്കില്ലല്ലോ, എൻ്റെ ആത്മാർത്ഥതയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അള്ളാഹ് ഇഖ്ലാസ് കാണുന്നില്ലേ, അതിനുള്ള മാർക്കിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രതിഫലം തരും, അള്ളാഹു നൽകട്ടെ. അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. മറ്റൊന്ന് ആക്ഷൻ പ്ലാനിങ്. നമ്മൾ ഓർക്കുമ്പോൾ വീർക്കുക എന്നുള്ളൊരു സ്വഭാവമാണ് പൊതുവേ നമ്മൾ മലയാളികൾക്കുള്ളത് അല്ലേ. ഞാൻ ആബിദ് സാഹിബ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആക്ഷൻ പ്ലാനിങ് വേണം. എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം, കൃത്യമായ രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കുറേ കൺവീനിയൻസ് ഉണ്ട്. നമുക്ക് എന്താണ് വെച്ചാൽ പെട്ടെന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്നൊരു പരിപാടി ഇപ്പോഴാണ് നടത്തുക, അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കും, അത് ഒഴിവാക്കുക. നേരെ മറിച്ച് ഒരു ആക്ഷൻ, അതിനുള്ള പ്ലാനിങ് ഉണ്ടാവുക. അതുപോലെ ഡെവലപ്പിംഗ് പ്രൊഫഷണലിസം. ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പ്രൊഫഷണൽ ടച്ചാണ്. ഏതൊരു ജോലി, ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ രീതിയിൽ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ വേഗം ആ പൊതിയിട്ട് പോകുന്നതാണ്. കാരണം എന്താ, ഒന്നും ഒരു മയത്തിൽ വെട്ടണ്ടേ, അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് അതാണ്. ഒരു ചായ കുടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ചായ കുടിക്കുന്നിടത്ത് ഒരു പ്രൊഫഷണലിസം ആളുകൾ ആഗ്രഹിക്കുന്നു. ആളുകൾ അങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് ജോലി കിട്ടണമെങ്കിലും ആ പ്രൊഫഷണൽ ടച്ച് വേണം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ആ ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഇന്ന് ജോലി കിട്ടുകയുള്ളൂ. കാരണം മത്സരം വർദ്ധിച്ചു. മറ്റൊന്ന് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാൻ സാധിക്കുക. പലർക്കും തീരുമാനം ഉണ്ടാവില്ല, തീരുമാനമായിട്ടില്ല എന്നാൽ ഞാൻ ആകുക, അല്ലാഹു ആലം. ചില ആളുകളോടൊക്കെ ചില കാര്യത്തിൽ തീരുമാനം ചോദിച്ചു നോക്കി. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, തീരുമാനം ഇപ്പം അടുത്താവുമോ? ഇതുവരെ ആയിട്ടില്ല, ഞാൻ ആവൂല്ല. കാരണം മൂപ്പരൊന്നും ഉണ്ടൂല. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള വലിയൊരു കഴിവാണ്. ഒരു കമ്പനിയുടെ മാനേജറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നിട്ട് സബോർഡിനേറ്റ്സ് പറയുമ്പോൾ ആലോചിക്കട്ടെ, എത്ര കാലമായി ആലോചിക്കണം, 1 മാസമായി, എനിക്ക് നാട്ടിൽ പോകണം, നിങ്ങളൊന്ന് ആലോചിച്ച് വേഗം പറഞ്ഞു തരി, ആലോചിക്കട്ടെ, എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു കപ്പാസിറ്റിയാണ്. അതുപോലെ ഇൻ്റർപേഴ്സണൽ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ എൻ്റെ ക്ലാസ് കേട്ട് ഏകദേശം നിങ്ങൾക്ക് മടുത്താണ്, ഞാൻ നിർത്തുകയാണ് അല്ലേ. ആ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, എന്താണ്, നിങ്ങളുടെ മനസ്സെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക അല്ലേ. ചിലവരെന്ത് ചെയ്യും, എൻ്റെ ക്ലാസ് വലിയ ടോപ്പാന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഈ എംപ്ലോയബിലിറ്റിയിലെ മറ്റൊരു ഗുണമാണ്. അവസാനം ക്രിയേറ്റിവിറ്റി എന്നുള്ളത്, സൃഷ്ടിപരത. എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യാതെ
ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചെന്ന മന്തി കച്ചവടത്തിൻ്റെ ഒരു ക്യൂ ആണ് അല്ലേ? നിങ്ങൾ അടുത്തൊന്നും പോയില്ലേ? അവിടെ ഉണ്ട്. എല്ലാ വളവിലും തുടങ്ങിയിട്ടുണ്ട് മന്തി കച്ചവടം. ഇവിടുന്ന് വന്നാണ് ഇപ്പം ഏകദേശം പൂട്ടലും തുടങ്ങിയിട്ടുണ്ട്. കാരണം പൊട്ടന്മാരാണല്ലോ അവിടെ ഉള്ളത്. കാരണം ഒരാൾ തുടങ്ങിയ അടുത്ത സ്റ്റോപ്പ് തന്നെ വേറൊന്നും തുടങ്ങും. അപ്പോൾ നല്ല കച്ചവടമാണെന്ന് പറഞ്ഞാൽ അടുത്തും തുടങ്ങി, പിന്നെ നാലാമത്തോ തുടങ്ങി, അഞ്ചാമത്തോ തുടങ്ങി, പിന്നെ മൊത്തം കൂട്ടി. ക്രിയേറ്റിവിറ്റി ഇല്ല. ഒരാൾ തുടങ്ങി എന്നെ തുടങ്ങി ഇമിറ്റേഷനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു പരാതി ഞാൻ കേട്ട്, ഹെയർ സ്റ്റൈല്, ജീൻസ് ഏതോ യൂറോപ്യനെ അനുകരിക്കുകയാണ്. മറ്റോ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും ആ ജെല്ലൊക്കെ ഇട്ട് കേട്ട് ഒരു ബോംബിടണ മാതിരി. എന്നിട്ട് നമ്മളെ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഈ വാപ്പനെയും ഉമ്മനെയും കണ്ടിട്ട് കുട്ടി പഠിക്കണത് അതാണ്. കാരണം എന്തെങ്കിലും നല്ലത് കേൾക്കാൻ അവസരമില്ല, തെറ്റ് ചെയ്താൽ തിരുത്തുമില്ല. വാപ്പ സൈലൻ്റായിട്ട് ബൊമ്മ മാതിരി നിൽക്കും പുരയിൽ. വാപ്പൻ്റെ റോള് വാപ്പ ചെയ്യണ്ടേ? ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ചോദ്യം ഇതിനൊക്കെ. കുല്ലുക്കും റാഇൻ വറഈകും മസ്ഊലുൻ റഇയതിഹി. അല്ലേ? എല്ലാവരും ഭരണാധിപന്മാരാണ്. തങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. നിങ്ങളെ കുട്ടികളെക്കുറിച്ച്, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട്. ആ ഹിസാബ് വരുമ്പോൾ അള്ളാഹ് ചോദിക്കും, എനിക്ക് ഞാൻ 4 കുട്ടികളെ തന്നില്ലേ? നല്ല വിദ്യാഭ്യാസം കൊടുത്തോ? ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നൽകിയോ? ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാ പറയാ? മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ചോ? നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചോ? ചോദിക്കും. എന്ത് മറുപടി പറയും? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രൊഫഷണലായിട്ട് ഒരുപാട് നല്ല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പല ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഉപകരിക്കൂല എപ്പോ മതവിജ്ഞാനമില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മുൻഗണന മതപരമായ വിജ്ഞാനം ആർജിക്കുന്നതിൽ നാം നൽകണം. ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം, നമസ്കാരം കൃത്യമായി നമ്മുടെ മക്കൾ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ ഒരു വിവരം മക്കൾക്ക് നമ്മൾ ഗുണകാംക്ഷയോടും സ്നേഹത്തോടും കൂടി നൽകണം. ഇൻഷാ അല്ലാഹ് നല്ല ഒരു തലമുറ ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം, മാറ്റം ഉണ്ടാവും. നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.